कृष्णार्पणमस्तु। प्रभुपाद की जय। गुरु महाराज राधा पवनपुरेशन की जय. ओम श्री मात्रे नमः. हर हर महादेव. എല്ലാവർക്കും ഗുരുവായൂർ മഞ്ജരീസിന്റെ ശങ്കര മഞ്ജരിയിലേക്ക് സ്വാഗതം. ഹരേ കൃഷ്ണ.
നമസ്തേ. ഗൗരവമൊന്നുമില്ല കേട്ടോ മുതലാളി. ഞാൻ എപ്പോഴെങ്കിലും ഗൗരവപ്പെട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഒരു മിനിറ്റ്. ചാർജ് ഒന്ന് സെറ്റ് ചെയ്യട്ടെ. എന്നെങ്കിലും ഞാൻ നിങ്ങളോട് ഗൗരവപ്പെടാറുണ്ടോ? പറയൂ. രുക്മ മാതാജി കുറേ നാളായി ക്ലാസ് കയറിയിട്ട്. അപ്പോൾ പതിവ് പോലെ നമ്മുടെ ഗുരുവായൂർ മഞ്ജരീസ് കോൺടാക്ട് നമ്പർ 9342494941. എത്രയാണ്? 93 42 49 49 41. അപ്പോൾ നമ്മുടെ മഞ്ജരീസിന് വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായിട്ട് സെപ്പറേറ്റ് ഗ്രൂപ്പുകളുണ്ട്. അതിന് നിങ്ങൾക്ക് അംഗത്വമാവാം. അതിന് പ്രത്യേകിച്ച് വേറെ മാനദണ്ഡങ്ങളൊന്നുമില്ല. നമ്മുടെ ഗ്രൂപ്പിൽ അംഗമാവാൻ വേണ്ടിയിട്ട് ഗുരുവായൂർ മഞ്ജരീസിൻ്റെ 93 ഇല്ല, വൈകിട്ടില്ല, 93 42 49 49 41. ഒന്നും കൂടെ പറയാം. 93 42 49 49 41. ഈ നമ്പറാണ് ഗുരുവായൂർ മഞ്ജരീസിൻ്റെ കോൺടാക്ട് നമ്പർ. ഇതിലേക്ക് നിങ്ങളൊരു വാട്സപ്പ് മെസ്സേജ് തരിക. നിങ്ങൾ എങ്ങനെയാണ് ക്ലാസ് കാണുന്നത്? യൂട്യൂബിലൂടെയാണോ ഫേസ്ബുക്കിലൂടെയാണോ? നിങ്ങളുടെ പേരെന്താണ്, സ്ഥലം ഏതാണ്? ഇത് മാത്രം എനിക്ക് വാട്സപ്പ് ചെയ്താൽ മതി. എക്സിക്യൂട്ടീവ് കമ്മിറ്റി നിങ്ങളെ ഉടൻ തന്നെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. മെസ്സേജ് അയച്ചിട്ട് കണ്ടില്ല, നോക്കാൻ ലേറ്റായി എന്ന പരാതികളൊന്നും വേണ്ട. എല്ലാ മെസ്സേജിനും കൃത്യമായിട്ട് നിങ്ങൾക്ക് ആൻസർ വരുന്നതായിരിക്കും. ഓക്കെ. പിന്നെ മറ്റു വിശേഷങ്ങളൊന്നുമില്ല. നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ശങ്കരമഞ്ജരി അല്ലേ? ശങ്കരമഞ്ജരി എന്ന് പറയുമ്പം ശങ്കരാചാര്യരുടെ ജീവിതത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അങ്ങനെ നമുക്കൊരു വലിയൊരു ആത്മീയ ആചാര്യൻ, യുഗപുരുഷൻ എന്നൊന്നും പറഞ്ഞിട്ട് ശങ്കരാചാര്യരെ നമുക്ക് പറയാൻ കഴിയില്ല. അദ്ദേഹം യുഗപുരുഷനൊന്നുമല്ല, അദ്ദേഹം വലിയൊരു ആത്മീയ ആചാര്യനാണ്. നമ്മൾക്ക് ഹൈന്ദവ സമുദായത്തിലുള്ള പലർക്കും ശങ്കരാചാര്യരുടെ ജീവചരിത്രത്തെക്കുറിച്ച് അറിയില്ല. സാരമില്ല രുക്മ മാതാജി, അച്ഛൻ മരിച്ചത് അറിയില്ലായിരുന്നു, ക്ഷമിക്കണം. അപ്പോൾ അത്രയും വലിയൊരു ആത്മീയ ആചാര്യനെ കുറിച്ച് നമുക്ക് പലർക്കും അറിയില്ല എന്നുള്ളതാണ് വാസ്തവം അല്ലേ? ഒരുപാട് പേർക്ക് ശങ്കരാചാര്യർ, വിവേകാനന്ദ സ്വാമികൾ, ശ്രീനാരായണ ഗുരു ഇവരെ കുറിച്ചെല്ലാം കേട്ടുകേൾവിയുണ്ട്. പക്ഷെ അവരുടെ ഒന്നും ബയോഗ്രഫി എന്ന് പറഞ്ഞാൽ ജീവചരിത്രം, അതറിയില്ല. നമുക്കത് ഓരോന്നായിട്ട് പഠിക്കാം. എന്തായാലും എങ്ങനെ ആയാലും എല്ലാവർക്കും അവരുടേതായ ഒരു വലിയൊരു സംഭാവന നമ്മുടെ ഹൈന്ദവ സമുദായത്തിലുണ്ട്. അത് നമ്മൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. ഒന്നും അറിയാതെ നമ്മൾ ഒരിക്കലും ഒരു വ്യക്തികളെ എന്ത് ചെയ്യരുത്, നിരാകരിച്ച് അല്ലെങ്കിൽ അവർ ശരിയല്ല ഇവർ ശരിയല്ല എന്ന് നമ്മൾ പറയാൻ പാടില്ല. ശങ്കരാചാര്യർ അദ്ദേഹത്തിൻ്റെതായ സംഭാവന നൽകിയിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുദേവൻ അദ്ദേഹത്തിൻ്റെതായ സംഭാവന നൽകിയിട്ടുണ്ട്. വിവേകാനന്ദ സ്വാമികൾ അദ്ദേഹത്തിൻ്റെതായ സംഭാവന നൽകിയിട്ടുണ്ട്. ഏതൊരു ചരിത്രത്തിലൂടെ കടന്നുപോയ മഹത് വ്യക്തികളും അവരുടേതായ സംഭാവനകൾ നമുക്ക് നൽകിയിട്ടുണ്ട്. അതിൻ്റെ നല്ല വശവും ചീത്ത വശവും എടുക്കേണ്ടതും വേണ്ടാന്ന് വെക്കേണ്ടതും നമ്മൾ എന്ന ആൾക്കാരാണ്. നമുക്ക് ഏതാണോ നമ്മൾക്ക് പെർഫെക്റ്റ് ആയിരിക്കുന്നത്, നമുക്ക് സ്യൂട്ടബിൾ ആയിരിക്കുന്നത്, അത് നമ്മൾക്ക് എന്ത് ചെയ്യാം, എടുത്ത് മുന്നോട്ട് പോവാം. ഓക്കെ. അപ്പം ഞാനിത് പറയാൻ കാരണം ഇപ്പോഴും നമ്മുടെ ഹൈന്ദവ സമുദായത്തിൽ ജാതി സ്പിരിറ്റ് കൊണ്ട് നടക്കുന്ന ഒരുപാട് ആളുകളുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്കൊരിക്കലും ജാതി സ്പിരിറ്റ് ഇല്ല. കാരണം അവരാണ് വലുത്, നിങ്ങൾ താഴ്ന്ന ജാതിയാണ്, അങ്ങനെ എനിക്ക് തോന്നാറില്ല. കാരണം എല്ലാവരും ഹിന്ദുക്കളാണ് അല്ലേ? ഹൈന്ദവ സമുദായത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ്. ഏതൊരു വ്യക്തിയായാലും എല്ലാവരും ഒരേ മനസ്സോടെ പ്രാർത്ഥിക്കുന്നത് സാക്ഷാൽ ഗുരുവായൂരപ്പനെയാണ്. ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ ഇല്ലാത്ത ആ ഒരു ജാതി വിവേചനമൊന്നും ഭക്തി പ്രാക്ടീസ് ചെയ്യുന്ന നമ്മൾക്കുള്ളിലും പാടില്ല എന്നാണ് ഞാൻ പറയുന്നത്. എല്ലാവർക്കും അവരുടേതായ അടിസ്ഥാനപരമായിരിക്കുന്ന തത്വങ്ങളും നിഷ്ഠകളും എല്ലാം ഉണ്ട്. എല്ലാവരും ശരീരവും ഉപേക്ഷിച്ച് ഈ ആത്മാവ് നാളെ തിരിച്ച് ഭഗവാനിലേക്ക് പോകാനുള്ളതാണ്. അപ്പം നമ്മൾ ഗ്രന്ഥങ്ങളിലൂടെയും ഗീതയിലൂടെയൊക്കെ ഒരുപാട് പഠിച്ചു, നമ്മൾ ശരീരമല്ല ആത്മാവാണെന്ന്. അപ്പം ആ ആത്മാവായി ഇരിക്കുന്ന നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, വിവേചന ബോധം ഉണ്ടാവരുത്. ഉയർന്ന ജാതി താഴ്ന്ന ജാതി എന്ന വിവേചന ബോധം നമ്മൾ ഒരിക്കലും വെച്ചു പുലർത്താൻ പാടില്ല.
മനസ്സിലാവുന്നുണ്ടോ? പിന്നെ ക്ഷേത്രങ്ങളിൽ ഒരു താന്ത്രിക വിധി പ്രകാരം പൂജാതി കർമ്മങ്ങൾ നടക്കുമ്പോൾ അതിന് അതിൻ്റെതായ നിഷ്ഠകളുണ്ട്. അപ്പം ആ നിഷ്ഠകൾക്കനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോവാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിൽ ഡോക്ടേഴ്സ് എപ്പോഴും എന്താ ചെയ്യുക? രോഗികളുടെ അടുത്തുനിന്നും ബൈസ്റ്റാൻഡേഴ്സിൻ്റെ അടുത്തുനിന്നും ഒരു അകലം സൂക്ഷിക്കും. അവർ ഏത് രോഗിയെ തൊട്ടാലും ഒന്ന് കൈ കഴുകും, സാനിറ്റൈസർ വെച്ചിട്ടൊന്ന് കൈയൊക്കെ ക്ലീൻ ചെയ്യും, എപ്പോഴും ഗ്ലൗസ് ധരിക്കാൻ ശ്രമിക്കും, മാസ്ക് ഇടാൻ ശ്രമിക്കും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത അവർ ട്രീറ്റ് ചെയ്യുന്ന രോഗിക്ക് ഇവരിൽ നിന്നുള്ള യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവരുത് എന്നുള്ളൊരു മുൻകരുതലാണ്. അതേപോലെ പൂജാരിമാരാണെങ്കിലും നമ്മളാരും ഈശ്വരന്മാരല്ല, അവർ ദേവലോകത്തുള്ളവരും നമ്മൾ മനുഷ്യരുടെ ലോകത്തുള്ളവരാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമാണ് അവർ ചെയ്യുന്നത് എന്ന് കരുതി ജാതിയുടെ ഭാഗമല്ല അവിടെ കാണിക്കുന്നത്. അപ്പം അതുകൂടി നമ്മൾ മനസ്സിലാക്കുക. അല്ലാണ്ട് നമ്മൾ തൊട്ടാൽ എന്താ അശുദ്ധിയാവും. കാരണം അത് ദൈവികമായ കാര്യമാണ്. ഈശ്വരനെ ഭയമില്ലാത്തവരാരാണ്? ആരുമില്ല, അല്ലേ? ഈശ്വരനെ എല്ലാവർക്കും ഭയമാണ്. അപ്പം നമ്മളൊരു ഭക്ഷണം ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെയും നമ്മളെന്താ ചെയ്യുക? നമ്മളെ വീട്ടിലുള്ള ഒരു അത്രയും സ്നേഹത്തോടെ നമ്മൾ ബെഡിൽ വരെ കിടത്തുന്ന ചിലപ്പോൾ ഒരു പട്ടിക്കുഞ്ഞുണ്ടാവും, അല്ലെങ്കിൽ ഒരു പൂച്ചക്കുട്ടി ഉണ്ടാവും. അതിനെ തൊട്ടിട്ട് കൈ കഴുകാതെ ഒരിക്കലും നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഇരിക്കില്ല. എന്തിനു പറയണം? നമ്മൾ തന്നെ ഒന്ന് വാഷ്റൂമിൽ പോയിട്ട് നമ്മുടെ സ്വകാര്യ ഭാഗങ്ങളെല്ലാം നമ്മൾക്ക് സ്പർശിക്കേണ്ടി വന്നാൽ നമ്മൾ കൈ കഴുകാതെ ഭക്ഷണം കഴിക്കാതെ കുളിക്കാതെ നമ്മൾ ഭക്ഷണം കഴിക്കാതെ ഇരിക്കില്ല. അപ്പോൾ ആ ഒരു വൃത്തിയുടെ ആ ഒരു ഇത് തന്നെയാണ് നമ്മൾ ക്ഷേത്രങ്ങളിലും പാലിക്കേണ്ടത്. ക്ലിയർ? അപ്പോൾ എല്ലാവരും ക്ഷേത്രത്തിൽ എവിടുന്ന് നമ്മൾ വീട്ടിൽ നിന്ന് കുളിച്ചു പോയാലും കാല് കഴുകിക്കൊണ്ട് ക്ഷേത്രത്തിൽ കയറാൻ ശ്രമിക്കുക. അതുപോലെ ക്ഷേത്രത്തിൽ പാലിക്കേണ്ട ആചാര മര്യാദകളുണ്ട്. പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്, പ്രസാദമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ വെച്ച് തന്നെ കഴിക്കും. ഒന്ന് മാറി ബഹുമാനാർത്ഥം ഒന്ന് മാറി നിന്ന് കഴിക്കുക. അതുപോലെ നമ്മൾ എന്താ പറയുക, പൂക്കൾ ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഇടുക. പിന്നെ ക്ലീൻ ചെയ്യാൻ ആൾക്കാരുണ്ടെന്നും പറഞ്ഞിട്ട് നേരെ എന്തൊരു സാധനമാവട്ടെ നമ്മൾ പേപ്പേഴ്സ് കഴിയുന്നതും ഈ പ്ലാസ്റ്റിക് കവേഴ്സൊക്കെ നമ്മുടെ ലൈഫിൽ നിന്ന് ഉപേക്ഷിക്കുക. അപ്പം നമ്മൾ തന്നെ അന്നദാനം കൊടുക്കുന്നത് എന്ന് പറയുകയാണെങ്കിൽ ബയോ പ്ലാസ്റ്റിക് ആണ് കൊടുക്കുക. പ്ലാസ്റ്റിക് അല്ല, ബയോ കവറാണ് കൊടുക്കുന്നത്, എക്കോ ഫ്രണ്ട്ലി. അത് കുറച്ച് റേറ്റ് കൂടിയാലും നമ്മൾ അതാണ് വാങ്ങുന്നത്. കാരണം നമ്മളുടെ കൈകളിൽ നിന്ന് 100, 150, 200 ഫുഡാണ് തെരുവിലേക്ക് എത്തുന്നത്. അപ്പം തെരുവിലുള്ളവർ അത് കഴിച്ചിട്ട് അത് അവിടെ തന്നെ കളഞ്ഞാലും അത് ബയോ ആണെങ്കിൽ, എക്കോ ഫ്രണ്ട്ലി ആണെങ്കിൽ അത് നല്ലതായിരിക്കും. അതിന് നമ്മൾ 1 രൂപ കൂടിയാലും ശരി നമ്മൾ അതാണ് കളക്ട് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പം കഴിയുന്നതും ക്ഷേത്രം വൃത്തിയായി പരിപാലിക്കേണ്ടത് നമ്മളുടെ ഓരോരുത്തരുടെയും കടമയാണ്. എപ്പോഴും അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ആ ഒരു കമ്മിറ്റിക്കാരോ അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യുന്ന മാതൃസമിതി ആൾക്കാരുടെയോ അല്ലെങ്കിൽ പണം കൊടുത്ത് നിർത്തിയ അവിടെയുള്ള ജോലിക്കാരുടെയോ മാത്രം ഉത്തരവാദിത്തമല്ല ഒരു ക്ഷേത്രത്തിൻ്റെ ശുദ്ധി എന്ന് പറയുന്നത്. നമ്മളുടെ അടുത്തുള്ള ക്ഷേത്രങ്ങൾ എപ്പോഴും ചില സമയത്ത് ഞാൻ ചില വലിയ വലിയ ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ ആളുകളിങ്ങനെ ഒന്ന് അടിച്ചു വാരാൻ ചൂല് തരുമോ എന്ന് ചോദിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ അങ്ങനെ ഒരു സേവനം ഉണ്ടെന്ന് പറഞ്ഞാൽ ലക്ഷോപലക്ഷം ജനങ്ങൾ ഓടും ഗുരുവായൂരിലേക്ക്. അയ്യോ ഞാൻ ചെയ്യാമെന്നും പറഞ്ഞിട്ട്. എന്തുകൊണ്ട് ഈ ഒരു ചിന്ത നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ നമുക്ക് വരുന്നില്ല? കാട് പിടിച്ച് ഒരുമാതിരി കോലത്തിൽ കിടന്നാലും ഒന്ന് ഏതെങ്കിലും ഒരു ദിവസം പോയി തൊഴുതിട്ട് വരിക എന്നുള്ളതിലുപരി അവിടെ ഒന്ന് വൃത്തിയാക്കണം, കുറച്ച് ചാണകവെള്ളമൊക്കെ തെളിച്ച് കുറച്ച് ചെടിയൊക്കെ വെച്ച് പിടിപ്പിച്ച് ഒന്ന് വൃത്തിയിലൊന്ന് വെക്കണം എന്നുള്ള മനോഭാവം പല വ്യക്തികൾക്കും വരാറില്ല. എന്നാൽ അവിടെ ഒരു 10 പേര് കൂടുന്ന സമയമാണെങ്കിലോ വല്ല ഉത്സവമോ വല്ല പ്രതിഷ്ഠാദിനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ഓടി ചെന്നിട്ട് എല്ലാത്തിനും മുൻപന്തിയിലുണ്ടാവും. ഇതല്ല ഭക്തി എന്ന് പറയുന്നത്. ഭക്തി എന്ന് പറയുന്നത് സ്ഥിരതയുള്ളതാണ്. എപ്പോഴും സ്ഥിരതാ മനോഭാവം നമ്മുടെ ഭക്തിയിൽ ഉണ്ടാവണം. ഇപ്പം നിങ്ങളോട് എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത്, ഇതേ ഞാൻ തന്നെയാണ് ലൊക്കേഷനിൽ പോയാലും, ഇതേ ഞാൻ തന്നെയാണ് എൻ്റെ വീട്ടിലും. എനിക്കൊരു എന്താ പറയുക, ഡ്യുവൽ പേഴ്സണാലിറ്റി എനിക്കില്ല എന്ന് കരുതി ഞാൻ ദേഷ്യപ്പെടില്ല എന്ന് ഞാൻ പറയില്ല. ദേഷ്യപ്പെടാറുണ്ട് വല്ലപ്പോഴും ഒക്കെ. അത് ഏറ്റവും കൂടുതൽ ബിന്ദുമ്മയോടാണ്. അത് ഞാൻ എന്നും ലൈവിൽ പറയുന്ന കാര്യമാണ്. അല്ലാണ്ട് ഒരു വ്യക്തിയോട് എനിക്ക് ദേഷ്യപ്പെടേണ്ട സാഹചര്യമില്ല. കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കും. ഇപ്പോൾ ഇവിടെ വിനോദ് പ്രഭു ആയാലും ശാന്താമാതാജി ആണെങ്കിലും എന്ത് സർവീസ് ചെയ്യുമ്പോഴും അവർ ഇത്രയും കാലമായി നമ്മളുടെ കൂടെ. അപ്പം അതിലൊരു തെറ്റ് സംഭവിക്കുമ്പം കുറച്ച് വാക്കുകളുടെ തീക്ഷ്ണതയിൽ പറയേണ്ട കാര്യങ്ങൾ ഇനി ഇത് ആവർത്തിക്കരുത്, ആവർത്തിച്ച് എൻ്റെ കണ്ണിൽ കാണരുത്. പേഴ്സണൽ കാര്യം എന്തും ഓക്കെ, എനിക്ക് ഭഗവാന്റെ കാര്യമാണെങ്കിൽ എനിക്കത് ഇഷ്ടപ്പെടില്ല, അങ്ങനെ ചെയ്യുന്നത് ഞാൻ അനുവദിക്കില്ല എന്ന് തന്നെ കുറച്ച് നിഷ്ഠയോടുകൂടി പറയേണ്ടി വരാറുണ്ട്. അതിനനുസരിച്ച് അവരത് മാറ്റാറുണ്ട് കേട്ടോ. എനിക്കത് നന്നായിട്ട് അറിയാം.
അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, നമ്മൾ ആ ഒരു ഡിസിപ്ലിൻ എപ്പോഴും നമ്മുടെ ലൈഫിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. എപ്പോഴും ചിരിച്ചുകൊണ്ട് ഇടപെടാൻ ശ്രമിക്കുക. നമ്മൾ എന്താണോ പ്രവർത്തിക്കാൻ പോകുന്നത് അതേക്കുറിച്ച് ഒരു നിമിഷം നമ്മൾ ചിന്തിക്കണം. ജീവിതത്തിലായാലും ശരി, എവിടെയാണെങ്കിലും ശരി. അതായത് വീട്ടിലുള്ള അവസ്ഥയാണെങ്കിലും നമ്മൾ പുറത്ത് ഒഫീഷ്യൽ കാര്യങ്ങളിലാണെങ്കിലും എന്ത് തന്നെ ആവട്ടെ, നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു ഡിസിപ്ലിൻ ഉണ്ടാവണം ലൈഫിൽ. ഞാൻ എപ്പോഴും ഇത് പറയണമെന്ന് വിചാരിച്ചിട്ടുള്ളതാണ്. പലരും എന്നോട് പറയാറുണ്ട്, മാതാജിയുടെ അടുത്ത് സംസാരിക്കുന്ന പോലെ അല്ല മാതാജി അവൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്. പല ഹസ്ബൻഡ്സും എന്നോടും പറയാറുണ്ട്. അപ്പം ഞാൻ പറയണമെന്ന് വെച്ചാൽ നമുക്ക് ഒരു പേഴ്സണാലിറ്റി മതി, നമുക്ക് രണ്ട് പേഴ്സണാലിറ്റിയുടെ ആവശ്യമില്ല. മനസ്സിലായില്ലേ? ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ വ്യക്തമായിട്ട് നല്ല ഭാഷയിൽ ഇഷ്ടമല്ല എന്ന് തന്നെ പറയാം, ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇഷ്ടമുണ്ടെന്ന് പറയാം. നമുക്ക് ആകെ ഒരു ജീവിതമേ ഉള്ളൂ. ആ ജീവിതം സന്തോഷത്തോടെ ജീവിച്ച് തീർക്കാം. അല്ലാതെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മാറ്റിവെച്ച് എന്താണോ ജീവിതത്തിൽ സന്തോഷം തരുന്നത് അത് ആ ഒരു സന്തോഷത്തോടു കൂടി തന്നെ നമ്മൾ സ്വീകരിക്കുക. ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുക. ഒരേ ഒരു ജീവിതം, ആ ജീവിതത്തിൽ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ രുചി അറിയാതെയും കിടക്കുമ്പോൾ സ്വസ്ഥമായി ഉറങ്ങാനും പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ എന്ത് ലൈഫാണ്? എന്തിനു വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് നമ്മൾ സമ്പാദിക്കുന്നത്? ഇതൊക്കെ സമ്പാദിച്ചു കൂട്ടിയിട്ട് നമ്മൾ ഏത് കാലം എപ്പോൾ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്? ആലോചിച്ച് നോക്കൂ. നല്ല വസ്ത്രം ധരിക്കാൻ ശ്രമിക്കുക എന്ന് കരുതി കോടികൾ ലക്ഷങ്ങളും ഇൻവെസ്റ്റ് ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്. നല്ല ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ നമുക്ക് വാങ്ങണമെങ്കിൽ ഇല്ല പിന്നെ ആവട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ ഈ സാരി വാങ്ങാനുള്ള കാശില്ല എന്ന് കരുതി ഇങ്ങനെ മുറുക്കി 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 പിടിച്ചിട്ട് നാളെ തന്നെ നമ്മൾ മരിച്ചു പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളുടെ ഡെഡ് ബോഡിയിൽ കൊണ്ടുവന്ന് അയ്യോ എൻ്റെ അമ്മ ഇത്ര ആഗ്രഹിച്ച സാരിയാണ്, അല്ലെങ്കിൽ എൻ്റെ ചേച്ചി ഇത്ര ആഗ്രഹിച്ചാണെന്ന് അത് ആ പട്ടടയിൽ പൊതിഞ്ഞിട്ട് കത്തിച്ചിട്ട് എന്താണ് പ്രയോജനം? അപ്പം ഈ ചിരിയുടെ പിന്നിൽ ദേഷ്യമുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ദേഷ്യമല്ല രാജേഷ് പ്രഭു. എനിക്ക് ഭഗവാന്റെ കാര്യത്തിൽ ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും ഒരു ഡിസിപ്ലിൻ ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ ദേഷ്യം വരും. പക്ഷെ ഞാൻ ചിരിച്ചുകൊണ്ടേ പറയത്തുള്ളൂ, അല്ലാതെ ദേഷ്യപ്പെട്ട് ഞാൻ പറയാറില്ല. ബിന്ദമ്മയോട് മാത്രം ദേഷ്യപ്പെടും. കാരണം ബിന്ദമ്മയുടെ ഒരു കാര്യം 10 പ്രാവശ്യം പറഞ്ഞാലും 20 പ്രാവശ്യം പറഞ്ഞാലും ഇങ്ങനെ തന്നെ. അത് ഓൾവേസ് എന്താ പറയുക, നമ്മളുടെ ഒരു ചൊല്ലുണ്ടല്ലോ, ശങ്കരൻ അഗൈൻ തെങ്ങുമൽ എന്ന് പറയുന്ന പോലെ അങ്ങനെയാണ്. അതർവൈസ് ഞാൻ ആരോടും ദേഷ്യപ്പെടാറില്ല കേട്ടോ. ശാന്തമാതാജി വന്നു, വെട്രിവേൽ എന്ന് പറയുന്ന ശാന്തമാതാജിയാണ്. മാതാജിക്കും ഇടയ്ക്കൊന്ന് വഴക്ക് കേൾക്കാറുണ്ട്, പക്ഷെ അങ്ങനെയൊന്നും കേൾക്കില്ല കേട്ടോ. എന്താ മാതാജി ഇങ്ങനെ കാണിച്ചത്, നിങ്ങൾ ഈ കാണിച്ചത് ശരിയാണോ? അത് പറഞ്ഞ് അടുത്ത സെക്കൻഡ് തന്നെ ഞാൻ അവരെ വേഗം അയ്യോ എന്താ വേണ്ട മാതാജിക്ക് ഇഷ്ടപ്പെട്ട കറി അതെ ഞാനിപ്പോൾ ഉണ്ടാക്കാമെന്ന് പറയും. അപ്പം നമ്മൾ ആ ഒരു സിറ്റുവേഷൻ അങ്ങനെ ഹാൻഡിൽ ചെയ്ത് പോകണം. അത് നമ്മളുടെ വീട്ടിലായാലും എല്ലാം. ഇപ്പോൾ ഒരുപാട് കംപ്ലൈൻറ്റ്സ് എനിക്ക് വരാറുണ്ട് മഞ്ചേരീസിലുള്ള പല മാതാജിമാരെ പറ്റിയും. കാരണം അതെ ഞാനും ശ്രുതിയും അടി കൂടാറുണ്ട്. ശരിയാണ്, ഇടയ്ക്ക് എന്തെങ്കിലും പറഞ്ഞ ശ്രുതി അമ്മൂസ് എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ പറയും നീ എന്നോട് കൂടുതൽ പറയണ്ട, നീ ഇപ്പം എന്തിനാ ഇതൊക്കെ പറയാൻ നിൽക്കണം, നീ മിണ്ടാതെ അവിടെ ഇരിക്കുന്നൊക്കെ പറയും. ഇച്ചിരി കഴിയുമ്പോൾ പറയും ശ്രുതി നീ കഴിച്ചോ എവിടെയാ? അതൊക്കെയാണ് നമ്മളുടെ ഒരു ലൈഫ് എന്ന് പറയുന്നത്. എപ്പോഴും ഒരു പ്രതികാര മനോഭാവം മനസ്സിൽ വെച്ച് സൂക്ഷിക്കാതിരിക്കുക. അതുപോലെ നമ്മൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കി കഴിക്കുക. ഞാൻ പറഞ്ഞു വന്നത് മാതാജിമാരുടെ ചിലരെ കുറിച്ച് എനിക്ക് കംപ്ലൈൻറ്റ്സ് കിട്ടുന്നുണ്ട് നിങ്ങളുടെ വീട്ടിൽ നിന്ന്. അത് കേൾക്കാൻ എനിക്ക് ഇഷ്ടമില്ല. ഞാനത് ആരോടും പേരൊന്നും എടുത്ത് ലൈവിൽ പറയില്ല, മോശമാണ്. വീട്ടിൽ ഹസ്ബൻഡ്സിനോടുള്ള ബിഹേവിയർ കുറച്ച് റൂഡാണെന്ന് കേൾക്കുന്നു. കുട്ടികളോടുള്ള ആ ഒരു സമീപനം ഞാൻ പറഞ്ഞു തരുന്നത് പോലെ അല്ല എന്ന് ഞാൻ അറിയുന്നുണ്ട്. പിന്നെ ചില ഹസ്ബൻഡ്സിൻ്റെ അമ്മമാർ എനിക്ക് ഇൻഫർമേഷൻ തരുന്നുണ്ട്, മാതാജി ലൈവൊക്കെ കാണാറുണ്ട്, പക്ഷെ ആ ലൈവ് കാണുമ്പോൾ മാത്രം ഭയഭക്തി ബഹുമാനാണ്, അത് കഴിഞ്ഞ അവളുടെ സ്വഭാവം ഇങ്ങനെയാണ് മാതാജി, ഞാൻ പറഞ്ഞെന്ന് പറയരുത് എന്നൊക്കെ പറഞ്ഞ് 2-3 ദിവസമായിട്ട് എനിക്ക് കംപ്ലൈൻറ്റ്സ് വരുന്നു. ഒന്ന് നിങ്ങൾ ആലോചിക്കുക, ഈ കംപ്ലൈൻറ്റ്സ് വരുന്ന സമയത്ത് ഞാൻ ഒന്നുകിൽ നല്ല സ്ട്രെസ്സ് പിടിച്ച് ഞാൻ ഡബ്ബിങ്ങിൽ സ്റ്റുഡിയോയിലായിരിക്കും, ചില സമയത്ത് ഷൂട്ടിലായിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഒരു അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊജക്റ്റിൻ്റെ ഡിസ്കഷനിലായിരിക്കും. ഇങ്ങനെ എന്തെങ്കിലും നിൽക്കുമ്പോഴായിരിക്കും ആ അമ്മമാരെ വിളിച്ചിട്ട് പറയുന്നത് മാതാജി ഒരു 5 മിനിറ്റ് സംസാരിക്കണം, അത്യാവശ്യമാണെന്ന്. എനിക്ക് മഞ്ചേരീസിലുള്ള ഒരാളെക്കുറിച്ചും കംപ്ലയിൻറ്റ്സ് കേൾക്കുന്നത് ഇഷ്ടമല്ല. പക്ഷേ ഞാനത് കേൾക്കാതിരിക്കില്ല, കാരണം തിരുത്തേണ്ടത് നമ്മുടെ കടമയാണ്. നമ്മളുടെ അച്ഛനെയും അമ്മേനെയും നമ്മൾ എങ്ങനെ സ്നേഹിക്കുന്നോ അതേപോലെ നമ്മുടെ ഹസ്ബൻഡിൻ്റെ അച്ഛനെയും അമ്മേനെയും സ്നേഹിച്ചാൽ മതി. അവരുടേതായ ഒരു ലോകത്ത് ജീവിച്ചു വന്ന ആൾക്കാരാണ്. ഇത് ഞാൻ പലപ്പോഴും ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. എന്തിനാണ് നമ്മൾ അവരെ ചേഞ്ച് ചെയ്യാൻ പോകുന്നത്? നമ്മൾക്കൊന്ന് ചേഞ്ച് ആയാൽ പോരെ? അവരുടെ വീട്ടിൽ അവർ വർഷങ്ങളായി അങ്ങനെ ജീവിച്ചത്, അവർക്കൊരു രീതിയുണ്ട് അല്ലേ, അവർക്കൊരു ഇഷ്ടങ്ങൾ. അത് പെട്ടെന്നൊരു ദിവസം നമ്മൾ അങ്ങനെ ഇതാക്കാൻ പോകണ്ട, മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കേണ്ട. അവരുടെ ഇഷ്ടങ്ങൾ എന്താണോ അതിന് വിട്ടുകൊടുക്കുക. പയ്യെ പയ്യെ നമ്മളുടെ ലോകത്തിലേക്ക് സ്നേഹം കൊണ്ട് അവരെ നമ്മൾ കൊണ്ടുവരിക. ചിലപ്പോൾ ജീവിതകാലം മുഴുവൻ
പറ്റിയില്ല എന്ന് വരും. എന്നാലും സാരമില്ല, പരാതികളില്ലാതെ ജീവിച്ചു പോവുക. മനസ്സിലായില്ലേ? നിശബ്ദതയാണ് നമുക്ക് പറ്റുന്ന ഏറ്റവും നല്ല ആയുധം എന്ന് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോവുക. അല്ലാതെ നമ്മൾ ഒരിക്കലും വയലൻസിലേക്ക് പോണ്ട എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എന്താ സംഭവിക്കാന്നറിയോ? വയലൻസിൽ പോയാൽ അത്ര കാലവും നമ്മൾ ജപിച്ചതിൻ്റെയും വിളക്ക് വെച്ചതിൻ്റെയും നാമം ചൊല്ലിയതിൻ്റെ എല്ലാം പുണ്യം അവിടെ നശിക്കുകയാണ്. നല്ല കേൾവിക്കാരാവുക. ആര് പറഞ്ഞാലും നല്ല കേൾവിക്കാരാവുക. ചിരിക്കുന്ന മുഖം കാണാനേ ഭംഗിയുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ ലൈവിൽ വന്നിട്ട് ഉമ്മെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആർക്കും കാണാൻ ഇഷ്ടമുണ്ടാവും? ആർക്കും ഇഷ്ടമുണ്ടാവില്ല അല്ലേ? മദജി എന്താ ചിരിക്കാത്ത? ഒരു 2 seconds ഒന്ന് പാട്ട് കേട്ടിട്ട് അതിൻ്റെ വേർഡ്സ് ഒന്ന് ക്യാച്ച് ചെയ്യാൻ നോക്കിയപ്പോഴേക്കും എൻ്റെ മോനപ്പം മുതലാളി തുടങ്ങി, അയ്യോ ഭയങ്കര ഗൗരവാണേന്നും പറഞ്ഞുകൊണ്ട്. അപ്പം പിന്നെ ഞാൻ ചിരിച്ചില്ലെങ്കിൽ എന്താ ഉണ്ടാവുക? മൊത്തം മെസ്സേജ് അതായിരിക്കും, എന്ത് പറ്റി മാതാജി, എന്താ ചിരിക്കാത്തത് എന്നും പറഞ്ഞുകൊണ്ട് അല്ലേ? അപ്പം ചിരിക്കുക. ഞാൻ അന്നും ഇന്നും പറയുന്നു, കഴിഞ്ഞ 5 വർഷമായിട്ട് ചിരിക്കുന്ന മുഖം കാണാനേ ആർക്കും ഇഷ്ടമുള്ളൂ. ദേഷ്യമുള്ള മുഖം കാണാൻ ആർക്കും ഇഷ്ടമില്ല. ചിരിക്കുന്ന മുഖത്തിനേ സൗന്ദര്യമുള്ളൂ. ഓക്കെ, അപ്പം അത് പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യാം. ഇന്ന് നമുക്കൊരു ഭഗവാന്റെ ഒരു നല്ല കഥയോട് കൂടി തന്നെ എന്ത് ചെയ്യാം? ശങ്കരമഞ്ജരിയിലേക്ക് പോവാം. എന്താണ് കഥ? അതല്ലേ അറിയാൻ പോകുന്നത്. ഒരിക്കൽ നമ്മുടെ ഭഗവാൻ ഇങ്ങനെ കണ്ണാടിയുടെ മുമ്പിൽ നിന്നിട്ട് സ്വയം അലങ്കരിക്കുകയാണ്. നമ്മളെല്ലാവരും കണ്ണാടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം ആവുമല്ലേ? അങ്ങനെ സ്വയം അലങ്കരിച്ചു കൊണ്ടിരിക്കുകയെ ശിരസിൽ പലതരത്തിലുള്ള കിരീടങ്ങൾ ഇങ്ങനെ മാറി മാറി വെക്കുകയാണ് അദ്ദേഹം. എന്നിട്ടും അദ്ദേഹത്തിനൊരു തൃപ്തി വരുന്നില്ല. എന്താ ഇങ്ങനെ? കുറേ നേരമായിട്ട് അലങ്കാരം പോയിക്കൊണ്ടേയിരിക്കുകയാണ്. മനോഹരമായിട്ടുള്ള ഒരുപാട് ആഭരണങ്ങളൊക്കെ അദ്ദേഹം കഴുത്തിൽ ധരിക്കുന്നു, വീണ്ടും അത് ഊരി വെക്കുന്നു, വീണ്ടും ധരിക്കുന്നു. എന്നിട്ടും അദ്ദേഹത്തിന് തൃപ്തി വരുന്നില്ല. ആ സമയത്താണ് പുറത്ത് തേരാളി നിൽക്കുന്നത് നമ്മുടെ രഥവുമായിട്ട്. കുറേ സമയമായിട്ട് ഉദ്ധവർ പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട്. പക്ഷേ ഭഗവാന് ഇങ്ങോട്ട് വരുന്നില്ല. അലങ്കാരം തന്നെ അലങ്കാരം. ഉദ്ധവരാണെങ്കിൽ നോക്കി നോക്കി നിന്ന് ക്ഷമ നശിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഉദ്ധവർ ചിന്തിച്ചു, ഇന്ന് എന്ത് പറ്റി? എന്താണ് ഇദ്ദേഹം വരാത്തത്? എന്താ കൃഷ്ണന് പറ്റിയത്? കൃഷ്ണൻ എന്താ ഇത്രയും നേരം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്? അപ്പോൾ ഭയങ്കര കൗതുകമായി ഉദ്ധവർക്ക്. എന്തായിരിക്കും അദ്ദേഹം ഇത്രയും സമയം അലങ്കാരം തന്നെ ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്തായാലും ഒന്ന് പോയി അന്വേഷിക്കാം, എന്താണ് ഇത്ര വൈകുന്നത് എന്ന് അന്വേഷിക്കാമെന്ന് കരുതിയിട്ട് നേരെ ഉദ്ധവർ ചെല്ലുകയാണ്. പോകുന്ന വഴിക്ക് ഉദ്ധവർ ആലോചിക്കുകയാണ്, ഇനി വല്ല പരിപാടിയും മാറ്റിയോ? ഇന്ന് പോകണമെന്ന് പറഞ്ഞ സ്ഥലമൊക്കെ മാറ്റി വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് ആക്കിയോ? അതോ ഇന്ന് പ്രോഗ്രാമൊക്കെ ക്യാൻസൽ ചെയ്തോ? കാരണം കൃഷ്ണനാണേ ആള് എപ്പോൾ എന്ത് എങ്ങനെ എവിടെ ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പം പറയുന്നത് ചിലപ്പോൾ അടുത്ത സെക്കൻഡിൽ തന്നെ ചേഞ്ച് ചെയ്തെന്നും വരാം. അങ്ങനെ നമ്മുടെ ഉദ്ധവർ അകത്തേക്ക് ചെന്ന് നോക്കുകയാണ്. നോക്കിയപ്പോഴത്തേക്കും എന്താ കാണുന്നത്? കൃഷ്ണൻ കണ്ണാടിയുടെ മുമ്പിൽ നിന്നിട്ട് സ്വയം സൗന്ദര്യം ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടേയിരിക്കുക. ഭയങ്കര സൗന്ദര്യ ആസ്വാദനത്തിലാണ് കൃഷ്ണൻ. ഉദ്ധവരാണെങ്കിൽ ഞെട്ടിപ്പോയി. എന്താ ഇപ്പം ഇങ്ങനെ എന്ന് കരുതിയിട്ട് ഉദ്ധവരിങ്ങനെ ഭവ്യതയോടുകൂടി ചോദിക്കുകയാണ് ഭഗവാനോട്, ഭഗവാനെ അങ്ങ് എന്തിനാണ് ഇന്ന് ഇത്രയും അധികം വേഷം അണിയുന്നത്? എവിടേക്കാണ് നമ്മളിന്ന് പോകുന്നത്? ദുര്യോധനനെ കാണാനാണ് ഞാൻ പോകുന്നത്. കൃഷ്ണൻ ഒരൊറ്റ ആൻസർ, ഞാൻ ദുര്യോധനനെ കാണാനാ പോകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഉദ്ധവരങ്ങ് ഞെട്ടിപ്പോയി. അപ്പോൾ ഉദ്ധവർ ചോദിച്ചു, ദുര്യോധനനെ കാണാനോ? അതിനെന്തിനാ അങ്ങ് ഇത്രയ്ക്ക് ഇങ്ങനെ അണിഞ്ഞൊരുങ്ങുന്നത്? അപ്പോൾ അപ്പോൾ ഭഗവാൻ പറയാണ്, ദുര്യോധനൻ ഒരിക്കലും എൻ്റെ ഉള്ളിലേക്ക് നോക്കാൻ കഴിയില്ല ഉദ്ധവരെ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ കുറേ അണിഞ്ഞൊരുങ്ങുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പുറമേക്കുള്ള സൗന്ദര്യം ഉദ്ധവർക്ക് കാണാൻ പറ്റൂ, ഉള്ളിലേക്കുള്ള സൗന്ദര്യം ഈ പറയുന്ന ദുര്യോധനൻ കാണാൻ പറ്റില്ല. അവൻ എപ്പോഴും എൻ്റെ പുറത്താണ് നോക്കുന്നത്. അതുകൊണ്ട് എൻ്റെ വേഷഭൂഷാദികൾ മാത്രം കണ്ടാലേ അയാൾ മയങ്ങൂ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും അണിഞ്ഞൊരുങ്ങുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഉദ്ധവർക്ക് ആകെ ഒരു വെപ്രാളമായി. ഉദ്ധവർ ചോദിച്ചു, ദുര്യോധനൻ്റെ അടുത്തേക്ക് അങ്ങ് പോവേ? എന്താ ഈ പറയുന്നത് കൃഷ്ണ? അതൊന്നും പാടില്ല. അയാൾ അങ്ങയുടെ അടുത്തേക്കാ വരേണ്ടത്. അങ്ങ് ഒരിക്കലും അയാളുടെ അടുത്തേക്ക് പോവരുത്. അയാളുടെ പദവി എന്ത്, അങ്ങയുടെ പദവി എന്ത്? അങ്ങ് ആലോചിക്കൂ. അങ്ങ് ലോകത്തിന്റെ നാഥനാണ് കൃഷ്ണ. അയാൾ ഇങ്ങോട്ട് വരട്ടെ, അങ്ങ് അങ്ങോട്ട് പോവരുത് എന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? ഉദ്ധവരെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞു, ഉദ്ധവരെ, അന്ധകാരം ഒരിക്കലും പ്രകാശത്തിൻ്റെ ഉള്ളിലേക്ക് വരില്ല. പ്രകാശം അന്ധകാരത്തിൻ്റെ ഉള്ളിലേക്കാണ് വരിക, ശരിയല്ലേ? പ്രകാശത്തെ ഒരിക്കലും ഇരുട്ട് ഇല്ലായ്മ ചെയ്യില്ല. എന്നാൽ ഇരുട്ടിലേക്ക് പ്രകാശം കടന്നു വരും. ഈ ചെറിയ വാക്കുകൾ ഉദ്ധവരെ ശരിക്കും ഒന്ന് ചിന്തിപ്പിച്ചു.
എങ്ങനെയാ ചിന്തിപ്പിച്ചത്? സമാധാന ശ്രമങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 3 പ്രാവശ്യം കൗരവ സന്നിധിയിലേക്ക് നമ്മുടെ ഭഗവാൻ പോയിട്ടുണ്ട്. ഈ യുദ്ധം വേണ്ട വേണ്ട എന്നും പറഞ്ഞിട്ട്, ഇല്ലേ? 3 പ്രാവശ്യം പോയെന്ന് നമ്മൾ മഹാഭാരതത്തിൽ പഠിച്ചു. പക്ഷേ ആ 3 പ്രാവശ്യവും ഭഗവാന് വേണമെങ്കിൽ പോകാതെ തന്നെ ഈ യുദ്ധം ഇല്ലാതാക്കാം. വേണമെങ്കിൽ വരച്ച വരയിലെ കൗരവപക്ഷത്തെ ഭഗവാന് നിർത്താൻ സാധിക്കും. പക്ഷെ ഈ 3 പ്രാവശ്യവും നമ്മുടെ ഭഗവാൻ പരാജയപ്പെട്ടിട്ടാണ് തിരിച്ചു വരുന്നത്, അല്ലെ? ദുര്യോധനാദികൾ ഒരിക്കലും ആ യുദ്ധം ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഇഷ്ടപ്പെട്ടില്ല. അവർക്ക് ആ യുദ്ധം ചെയ്യണം എന്ന് തന്നെയായിരുന്നു അവർക്ക് തീരുമാനം. അപ്പൊ 3 പ്രാവശ്യം നമ്മുടെ ഭഗവാൻ പരാജയപ്പെട്ടിട്ടുണ്ട്. ഒരു വശത്ത് ഭഗവാന് വിജയത്തിന്റെ ഏറ്റവും മനോഹരമായ ഉദാഹരണങ്ങൾ ഏറെയുണ്ട്. എത്രയോ രാക്ഷസന്മാരെ കൊന്നത്, അതുമുതൽ ഭഗവാന്റെ ജീവിതം നോക്കുകയാണെങ്കിൽ വിജയത്തിന്റെ ഒരു വലിയ ഘോഷയാത്ര തന്നെയുണ്ട്. എന്നാൽ മറുവശത്ത് ഭഗവാന്റെ ജീവിതത്തിൽ അതേസമയം പരാജയവും സംഭവിക്കുന്നുണ്ട്. അപ്പോ കൃഷ്ണന് വിജയവും പരാജയവും ഭഗവാൻ ഒരുപോലെയാണ് കാണുന്നത്. ചിരിച്ചുകൊണ്ടാണ് അദ്ദേഹം വിജയമായാലും പരാജയമായാലും നേരിടുന്നത്. ഈ 2 അവസ്ഥകളും ഭഗവാനെ ബാധിക്കുന്നേയില്ല. അപ്പൊ ഭഗവാനെ പൂജിക്കാനും പ്രാർത്ഥിക്കാനും പഠിക്കുന്ന നമ്മൾ എന്താണ് പരാജയം വരുമ്പോൾ ഇത്രയും താഴ്ന്നു പോകുന്നത്, ഇത്രയും വിഷമിക്കുന്നത്? എന്തിനാ നമ്മുടെ ആ ഒരു കോൺഫിഡൻസ് ലെവല്, ആത്മവിശ്വാസം ഇല്ലാതെയാവുന്നത്? ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടെങ്കിലേ മുന്നേറാൻ സാധിക്കൂ. ഇത് ഞാൻ എത്രയോ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ഇല്ലേ? പരാജയം നമ്മൾ കുഞ്ഞിലേ പഠിച്ചിട്ടുണ്ട്, തോൽവിയാണ് വിജയത്തിന്റെ ചവിട്ടുപടിയെന്ന്. അപ്പം എന്തെങ്കിലും ഒരു കാരണത്താൽ നമ്മളൊന്ന് തോറ്റുപോയാൽ എന്തിനാണ് നമ്മളിങ്ങനെ തളരുന്നത്? നമ്മൾ ഉയർന്നു വരാനാണ് ശ്രമിക്കേണ്ടത്. വീണു പോയി നോർത്തിട്ട് ഒരു കുഞ്ഞും വീണെടുത്ത് കിടക്കുന്നില്ല. ആ കുട്ടി തല ഉയർത്തി നോക്കി എങ്ങനെയെങ്കിലും കയറി നേരെ എഴുന്നേറ്റ് നിൽക്കാനാണ് ശ്രമിക്കുന്നത്. കുഞ്ഞുങ്ങൾ ജനിച്ച് കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ കമിഴ്ന്ന് വീഴാൻ ശ്രമിക്കാറുണ്ട്, അല്ലെ? അങ്ങനെ അവർ കമിഴ്ന്ന് വീണിട്ട് കമിഴ്ന്ന് തന്നെ കിടക്കുന്നുണ്ടോ? അവർ ഇല്ല. എത്രയോ വട്ടം ആ കുഞ്ഞിന്റെ തല താഴേക്ക് തന്നെ പോകുന്നു. പക്ഷെ ആ കുട്ടി വീണ്ടും വീണ്ടും തല ഉയർത്താൻ ശ്രമിക്കുന്നു. നമ്മൾ പ്രചോദനം കൊടുക്കുന്നു, നോക്കൂ നോക്കൂ എന്നും പറഞ്ഞുകൊണ്ട്. അപ്പൊ ആ ജനിച്ച് കുറച്ച് മാസങ്ങൾ മാത്രമുള്ള കുഞ്ഞ് അത്രയും ശ്രമിക്കുന്നുണ്ടെങ്കിൽ ജീവിതത്തിന്റെ പകുതിയിൽ എത്തി നിൽക്കുന്ന നമ്മൾക്ക് എന്തുകൊണ്ട് പരാജയത്തിൽ നിന്ന് മുന്നിലേക്ക് കയറാൻ സാധിക്കുന്നില്ല? എന്തുകൊണ്ട് നമ്മുടെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നു? എവിടെയാണ് നമ്മൾ തോറ്റുപോകുന്നത് ആത്മവിശ്വാസം ഇല്ലാണ്ട്? ആലോചിച്ച് നോക്കണം. ഭഗവാനെയല്ലേ നമ്മൾ പൂജിക്കുന്നത്? ഭഗവാനെ അറിയാനല്ലേ ഇത്രയും സത്സംഗങ്ങൾ കേൾക്കുന്നത്, ഇത്രയും ക്ഷേത്രത്തിൽ പോകുന്നത്, ഇത്രത്തോളം ഏകാദശി എടുക്കുന്നത്, ഇത്രത്തോളം ഗുരുവായൂർ ദർശനം നടത്തുന്നത്, നാമം ജപിക്കുന്നത്, നിഷ്ഠയായ ഒരു ജീവിതം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ആ ഭഗവാനെ പൂജിക്കുന്ന നമ്മൾക്ക് എവിടെയാണ് ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നത്? എവിടെയാണ് നമ്മൾ കരഞ്ഞു പോകുന്നത്, ഒറ്റപ്പെട്ടു പോകുന്നത്? ഇതൊന്നും ഒരു ഭഗവാനിൽ വിശ്വാസമുള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട കാര്യങ്ങളേ അല്ല. ഭഗവാനിൽ വിശ്വസിക്കുമ്പോൾ, ഭഗവാനിൽ അടിയുറച്ച് വിശ്വസിക്കുന്നെങ്കിൽ ആദ്യം ജീവിതത്തിൽ കൂട്ടായി തീരേണ്ടത് ആത്മവിശ്വാസമാണ്. അതെപ്പോഴും നമ്മൾ മനസ്സിരുത്തി എഴുതി വെക്കുക. ഞാൻ ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകും. അതാണ് നമുക്ക് ജീവിതത്തിൽ വേണ്ടത്. അപ്പോൾ ഭഗവാൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ ഉപദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുഞ്ചിരിച്ചുകൊണ്ട് ജീവിതത്തെ നേരിടാം, ആത്മവിശ്വാസത്തോടെ നേരിടാം. നമ്മൾക്ക് ഇപ്പൊ ക്യാൻസർ ആണെന്ന് അറിഞ്ഞാലും ആയിക്കോട്ടെ, ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ മരിക്കും. എൻ്റെ മരണകാരണം, എൻ്റെ ജീവിതത്തിന് അവസാനം വരുന്നത് ക്യാൻസർ മൂലമാണെങ്കിലും ആയിക്കോട്ടെ. അല്ലാതെ അവിടെ വെച്ചിട്ട് കൃഷ്ണ ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും എനിക്കിത് തന്നില്ലേ എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. ഏതൊരു വ്യക്തി മരിക്കാനും ഈ ലോകത്ത് നിന്ന് പോകാൻ അതിനൊരു കാരണമുണ്ട്, നിശ്ചയമായിട്ടുണ്ട്. ആ കാരണത്തെ ഉൾക്കൊള്ളാനുള്ള മനസ്സാണ് ഭക്തിയിലൂടെ നമ്മൾ ആർജിക്കേണ്ടത്. നമ്മൾ ഇത്രയും കാലം കഷ്ടപ്പെട്ട് ഉണ്ടാക്കിക്കൊണ്ടുവന്ന ഒരു വീട് നാളെ നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുവാണെങ്കിൽ അവിടെ മുതൽ നമ്മൾക്ക് ആ വീട്ടിൽ ജീവിക്കാൻ അനുയോജ്യമായ സാഹചര്യമല്ല മുന്നോട്ടുണ്ടാകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. മനസ്സിലായില്ലേ? പലരും പറയുന്നുണ്ട്, മാതാജി എൻ്റെ വീട് ജപ്തിയിൽ പോട്ടെ. ഞാൻ അങ്ങനെയാ ചിന്തിക്കാറ്. പോവാണേ പോട്ടെ, നമുക്ക് ആ ഒരു വീട് പോയി നോർത്തിട്ട് നമ്മൾ ഇല്ലാതാവുന്നില്ലല്ലോ. വാട്ട് ഈസ് നെക്സ്റ്റ്? നമ്മൾ അടുത്ത ഓപ്ഷനിലേക്ക് പോകണം. ഇഷ്ടപ്പെട്ട ആഭരണം ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ പണയം വെച്ചു, എടുക്കാൻ പറ്റിയില്ല, ശരി, കഴിഞ്ഞു, അതവിടെ തീർന്നു. ആ ആഭരണമല്ലല്ലോ നമ്മുടെ ജീവിതം മുന്നോട്ട് നിർണ്ണയിക്കുന്നത്, ആണോ? ഇനിയും അതിനേക്കാൾ കൂടുതൽ എനിക്ക് ഉണ്ടാക്കാൻ സാധിക്കും, അതിനായി ഞാൻ കഠിനമായി പരിശ്രമിക്കും എന്ന മനോഭാവത്തോടെ മുന്നോട്ട് പോവാം. ഇഷ്ടപ്പെട്ട വ്യക്തി ജീവിതത്തിൽ നിന്ന് നമ്മളെ ഒഴിവാക്കി പോവുകയാണെങ്കിൽ ആ വ്യക്തിക്ക് നമ്മളെ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനുമുള്ള സമയം അവിടെ വെച്ച് കഴിഞ്ഞു.
നമ്മളെപ്പോലെ ഭഗവാനെ പ്രാർത്ഥിക്കുന്ന, ഭഗവാനെ അറിയുന്ന വ്യക്തികളോടുകൂടി ചേർന്ന് നിൽക്കാൻ അയാൾക്ക് അത്രയും സമയം നിശ്ചയിച്ചിട്ടുള്ളൂ. അതാരുമായിക്കോട്ടെ, ആ ആത്മവിശ്വാസത്തോടു കൂടി പോയിട്ട് നമ്മുടെ വിജയം അവർക്ക് കാണിച്ചു കൊടുക്കണം. അല്ലാതെ അവിടെ മുതൽ ഞാൻ ഇനി എന്ത് ചെയ്യുമെന്നറിയില്ല എന്നൊരു ക്വസ്റ്റ്യൻ മാർക്ക് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പാടില്ല. നമ്മൾ എപ്പോഴും അറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കേണ്ടത് ഈശ്വരനോടാണ്, വ്യക്തികളോടല്ല. അതും നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നിരാശ, വിഷമം അല്ലെങ്കിൽ ദുഃഖം അങ്ങനെയുള്ള നിഷേധാത്മകമായിരിക്കുന്ന ഭാവങ്ങൾക്കെല്ലാം അടിമപ്പെട്ടിട്ട് നമ്മൾ തളർന്നു പോകാൻ പാടില്ല ജീവിതത്തിൽ. ഒരിക്കലും അത് ചെയ്യരുത്. അതിന് പകരം നമ്മൾ സന്തോഷം, പുഞ്ചിരി, ഉല്ലാസം, എന്താ പറയുക, ഭയങ്കരമായിരിക്കുന്ന ഒരു എല്ലാം മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും പറ്റുന്ന ഒരു നല്ല മനസ്സ്, ഇതൊക്കെ നമ്മൾ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുക. ഇതൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ട് നമ്മൾ ഇതൊക്കെ ജീവിതത്തിൻ്റെ ആദർശങ്ങളാക്കി മാറ്റുക. മറ്റുള്ളവർ ചോദിക്കേണ്ടത് എന്താണെന്നറിയോ? എത്രയാണ് നിന്റെ ബാങ്ക് ബാലൻസ് എന്നല്ല, നിനക്ക് എങ്ങനെ ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കാൻ സാധിക്കുന്നു? എന്നോട് എൻ്റെ എല്ലാ കൂട്ടുകാരും ചോദിക്കുന്നതാണ്, അമ്മ നീ എപ്പോഴും ഹാപ്പിയാണ്, എന്താ അതിൻ്റെ സീക്രട്ട്? എനിക്ക് കാണിച്ചു കൊടുക്കാൻ എൻ്റെ കിച്ചൂട്ടനേ ഉള്ളൂ. കാരണം എൻ്റെ ലോകം എൻ്റെ ഭഗവാനാണ്, ഞാൻ അതിൽ ഹാപ്പിയാണ്. എനിക്ക് എന്ത് ദുഃഖം വരികയാണെങ്കിലും അതെൻ്റെ ഭഗവാൻ അറിയാതെ വരുന്നില്ല. എനിക്ക് എന്ത് സന്തോഷം ലഭിക്കുകയാണെങ്കിലും അതെൻ്റെ ഭഗവാൻ അറിയാതെ വരുന്നില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അത് എനിക്ക് എൻ്റെ ഭഗവാൻ തരുന്നതാണ്. ഇപ്പൊ ഗുരുവായൂർ മഞ്ജരീസിലൂടെ ഇത്രയധികം ആളുകളെ എനിക്ക് കിട്ടി. എത്രയോ പേര്, നിങ്ങളിൽ ഒരു 80% ആളുകളെയും ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷെ നിങ്ങൾ എവിടെ ഏത് സ്ഥലത്ത് വെച്ചിട്ടായാലും എന്നെ ഐഡന്റിഫൈ ചെയ്യും, അല്ലെ? അപ്പൊ എനിക്ക് ഭഗവാൻ നൽകിയ വലിയ അനുഗ്രഹമാണ് നിങ്ങളൊക്കെ. എത്രയോ പേര് എനിക്ക് അമ്മയെന്ന് വിളിക്കാനും അച്ഛാന്ന് വിളിക്കാനും ചേട്ടാന്ന് വിളിക്കാനും മുതലാളിന്ന് വിളിക്കാനും പേര് വിളിക്കാനും ഒക്കെ. ഇന്ന് ഇപ്പം ഞാൻ അന്ന് കോട്ടയം വന്നില്ലായിരുന്നു. കോട്ടയം വന്ന സമയത്ത് എനിക്ക് നമ്മുടെ മോനപ്പ മുതലാളി കുറേ ചക്കക്കുരു തന്നു. ഞാൻ ഇന്ന് എൻ്റെ വീട്ടിൽ അതാണ് കറി വെച്ചത്. ആലോചിച്ച് നോക്കൂ. അപ്പം ഞാൻ ചിന്തിക്കായിരുന്നു, അത് ഉച്ചയ്ക്ക് കഴിക്കുമ്പോൾ എവിടെയോ ഇരുന്നൊരു വ്യക്തി, അല്ലേ? അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ അച്ചാറ് വെച്ചിരിക്കുന്നത് പ്രസന്നാമ തന്നതാണ്. കൂട്ടത്തിൽ എനിക്ക് പഴനിയിൽ പോയപ്പോൾ അവിടുന്ന് ഒരു 2-3 ദിവസം കണ്ട ഒരമ്മ, ശാന്താമാതാജിക്ക് അറിയാം. ആ അമ്മ, ഞാൻ അവിടെ പോയിട്ടാണ് കുറച്ച് 1-2 സാധനങ്ങളൊക്കെ വാങ്ങിച്ചത്. അപ്പോൾ ഓരോ സംസാരങ്ങൾ ഇങ്ങനെ സംസാരിച്ചപ്പോഴേക്കും ആ അമ്മ ഒരു ബക്കറ്റ് നിറയെ, ഒരു കുഞ്ഞ് ബക്കറ്റ് നിറയെ എനിക്ക് കണ്ണിമാങ്ങ അച്ചാർ തന്നു. അതും എൻ്റെ വീട്ടിലുണ്ട്. അപ്പം ഞാൻ ആലോചിക്കായിരുന്നു, ഭഗവാനെ, എനിക്ക് എവിടെയോ ഉണ്ടായിരുന്ന ഒരമ്മ, പിന്നെ അതുപോലെ ഞാൻ മുതലാളിന്ന് ഇഷ്ടത്തോടെ വിളിക്കുന്ന സുരേഷ് മോനപ്പൻ പ്രഭു, അപ്പം അവരൊക്കെ ഇപ്പോൾ ഒരുപാട് പേര് കേട്ടോ. അപ്പം അവരൊക്കെ എനിക്കിത് തന്ന്, ചെന്നൈയിൽ ഞാൻ ജീവിക്കുമ്പം ഇത് കഴിക്കണമെങ്കിൽ, എൻ്റെ കൂട്ടുകാരും ഒരുമിച്ചിരുന്ന് അത് കഴിക്കണമെങ്കിൽ ഭഗവാൻ എത്രത്തോളം എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. നമുക്ക് കോടികളും ലക്ഷങ്ങളും ഒന്നും തരുന്നതല്ല, ആ ഒരു സ്നേഹം, ആ ഒരു കരുതൽ, അല്ലേ? അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ വിളിക്കാം, മോളെ സുഖമാണോ, സുഖമായിരിക്കുന്നു, എന്തായി മോളെ, കുഴപ്പമൊന്നുമില്ലല്ലോ, എന്ത് കഴിച്ചു, ഈ ഒരു ചോദ്യം, ഇതൊക്കെ എത്ര മനോഹരമാണെന്നറിയാമോ? അപ്പം അങ്ങനെയൊക്കെ എന്താ പറയുക, ലഭിക്കണമെങ്കിൽ ഇതൊക്കെയാണ് ജീവിതത്തിൽ നമ്മൾക്ക് കിട്ടുന്ന അനുഗ്രഹം എന്ന് പറയുന്നത്. അല്ലാതെ വലിയ വലിയ കാര്യങ്ങൾ അത് വരണമെങ്കിൽ വരട്ടെ, ഇല്ലെങ്കിൽ ഇല്ല. ആ മനോഭാവത്തോടെ എന്നും ഭഗവാനോട് കൂടി ചേർന്നിരിക്കാൻ ശ്രമിക്കുക. നമുക്ക് എന്തില്ല എന്നതിനെക്കുറിച്ച് നമ്മൾ ഒരിക്കലും ദുഃഖിക്കാൻ പാടില്ല. എന്തൊക്കെ ഭഗവാൻ നൽകി എന്നുള്ളതിനെക്കുറിച്ച് വേണം നമ്മൾ ചിന്തിക്കാൻ. നൽകിയതിനെക്കുറിച്ചൊന്നും കാണാതെ ഇല്ലാത്തതിനെക്കുറിച്ച് ഒരു കംപ്ലൈൻറ്റ് പറയാൻ ഒരിക്കലും ഗുരുവായൂരമ്പലത്തിൻ്റെ നടയിലേക്ക് നമ്മൾ പോകരുത്. ആ നടയിൽ എത്താൻ പോലും കഴിയാതെ എത്രയോ കോടിക്കണക്കിന് ജനങ്ങൾ യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും ആ തിരുനട കാണാൻ ശ്രമിക്കുന്നു. ആ സമയത്ത് നമ്മൾക്ക് മാസത്തിൽ 2-3 തവണ അവിടെ എത്താൻ സാധിക്കുന്നുണ്ട്, ഇല്ലേ? അപ്പം അതുകൊണ്ട് എന്നും ഭഗവാനോട് നമ്മൾ നന്ദിയുള്ളവരായിരിക്കുക. ഭഗവാനോട് എന്നും സ്നേഹത്തോടെ നന്ദി പറയാൻ ശ്രമിക്കുക. അങ്ങനെ ഭഗവാനോട് പരാതികളെല്ലാം നമ്മൾ പറയേണ്ടത്. ഒരിക്കലും പരാതി പറയരുത്. നമുക്കൊരു പരാതിയുമില്ല. നമ്മൾക്ക് എന്താണോ ആവശ്യം അത് ഭഗവാൻ കൃത്യമായിട്ട് കൊണ്ടുവരും. അതെങ്ങനെ കറങ്ങി തിരിഞ്ഞാലും ശരി, നമ്മളിലേക്ക് എത്തേണ്ടതാണെങ്കിൽ ഭഗവാൻ അത് നമുക്ക് തന്നിരിക്കും. ഓക്കെ, റെഡി? ഇനി നാളെ മുതൽ ആരും എനിക്ക് മാതാജി എന്നും പറഞ്ഞിട്ട് പരാതി ഇടരുത്. പരാതി ഇട്ട് കഴിഞ്ഞാൽ അവരെ ഞാൻ അഡ്മിനാക്കും, ലൈവ് ക്ലാസ് എടുപ്പിക്കും. വേണോ? തീർച്ചയായിട്ടും മുതലാളി. പണം ഇന്ന് വരും, നാളെ പോകും. സ്നേഹമാണ് എപ്പോഴും നിലനിൽക്കുന്നത്. അത് മഞ്ജരീസിൻ്റെ ഗെറ്റ് ടുഗദറിൽ വെച്ചിട്ട് ഞാൻ കണ്ടിട്ടുള്ളതാണ്. 2 ദിവസത്തേക്കൊക്കെ പറഞ്ഞ് ഗെറ്റ് ടുഗദർ പ്ലാൻ ചെയ്യും. പക്ഷെ 2 ദിവസം കഴിഞ്ഞാലും ആരും പോയില്ല എന്നുള്ളതാണ് വാസ്തവം. എനിവേ, നമുക്ക് ശങ്കരമഞ്ജരിയിലേക്ക് പോവാം. ഇന്നലെ നമ്മൾ ശങ്കരമഞ്ജരിയിലൂടെ പഠിച്ചത്, ഇന്ന് ആരും ഉറക്കം വരുന്നു എന്ന് പറയരുത് കേട്ടോ. ഒരു ദിവസം ഞാൻ എക്സ്ക്യൂസ് തന്നു, ഇനി തരില്ല. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ശങ്കരാചാര്യർ കുറേ സ്ഥലങ്ങളെല്ലാം സഞ്ചരിച്ച്
അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ കുറേ നിഷ്ഠകളും കാര്യങ്ങളും അറിവുകളൊക്കെ പങ്കുവെച്ചുകൊണ്ടിരിക്കെ പലർക്കും അതിൽ വിദ്വേഷമുണ്ടായി. അപ്പം കുറേ ആൾക്കാർ വിചാരിച്ചു, ഈ ആചാര്യൻ്റെ മതപരമായിരിക്കുന്ന ഉപദേശം കാരണം ഒരുപാട് ആളുകൾ ആ ഒരു ആചാര്യൻ്റെ വഴിയിലൂടെ വരുന്നുണ്ട് നിഷ്ഠയായ ഒരു ജീവിതത്തിലേക്ക്. ഇത് ശരിയാവില്ല. കാബാലിക സംഘക്കാരാണ് ഇത് കൂടുതൽ ചിന്തിക്കുന്നത്. എങ്ങനെയെങ്കിലും ഇദ്ദേഹത്തെ ഇല്ലാതെയാക്കണം എന്ന് ചിന്തിച്ചു. ഏറ്റവും വലിയ ക്ഷോഭം, ദേഷ്യം അവർക്കാണ്. അങ്ങനെ കർണാടക ദേശത്തിലുള്ള കാബാലിക രാജാവായിരുന്ന ക്രഗജൻ അദ്ദേഹം എന്തു ചെയ്യുന്നു? എങ്ങനെയെങ്കിലും ശങ്കരാചാര്യരെ അവസാനിപ്പിക്കണമെന്ന് കരുതിയിട്ട് ആചാര്യനെ വധിക്കാൻ വേണ്ടി ശ്രമം നടത്താണ്. ആ കാര്യം താൻ ഏറ്റു എന്നാണ് ഉഗ്രഭൈരവൻ പറയുന്നത്. ഉഗ്രഭൈരവൻ പറയുന്നു ക്രഗജനോട്, ഞാൻ അദ്ദേഹത്തെ വധിച്ചോളാം എന്ന്. അങ്ങനെ കാബാലിക മതസംഘങ്ങളിലെ അതിവൃദ്ധനായിരിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ ഒരു സാധകനാണ് ഈ ക്രഗജ ശിഷ്യനായിരിക്കുന്ന ഉഗ്രഭൈരവൻ. ക്രഗജന്റെ ശിഷ്യനാണ് അയാൾ, ഉഗ്രഭൈരവൻ. ആ സമയം ശ്രീശൈലത്തിലാണ് നമ്മുടെ ശങ്കരാചാര്യർ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ഈ ക്രഗജൻ ഇയാൾ ഉണ്ടായിരുന്ന നമ്മുടെ ഉഗ്രഭൈരവൻ ഉണ്ടായത്. അദ്ദേഹം അവിടെ ശ്രീശൈലത്തിൽ താമസിച്ചുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന കാബാലികരുടെ നേതൃത്വമെല്ലാം വഹിച്ചിങ്ങനെ വരുമായിരുന്നു അയാൾ. ആചാര്യനുമായിട്ട് തർക്കിച്ചു നോക്കിയിട്ട് ആ തർക്കത്തിൽ തോറ്റുപോയത് കൊണ്ട് ക്രഗജൻ പറഞ്ഞതനുസരിച്ച് കൗശല ബുദ്ധിയിൽ ആചാര്യനെ വധിക്കാമെന്ന് ഉഗ്രഭൈരവൻ തീർച്ചപ്പെടുത്താണ്. നേരിട്ടുള്ള ഒരു ഇത് നടക്കില്ല. അപ്പം നല്ല കൗശലമായിരിക്കുന്ന ബുദ്ധിയോടുകൂടി വേണം ആചാര്യനെ വധിക്കാൻ. അങ്ങനെ തീരുമാനിച്ചിട്ട് ഒരു ദിവസം ആചാര്യൻ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഉഗ്രഭൈരവൻ നേരെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ആചാര്യൻ ഒറ്റയ്ക്കിരിക്കുക. അപ്പോൾ ഈ ഉഗ്രഭൈരവൻ എന്ത് ചെയ്തു? നേരെ ആചാര്യൻ്റെ അടുത്തേക്ക് പോയി. എന്നിട്ട് പറഞ്ഞു, ആചാര്യ, എനിക്ക് അങ്ങയുടെ ശിഷ്യനാവാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. ഉദാരബുദ്ധിയാണ് നമ്മുടെ ആചാര്യർക്ക്. ആരെന്ത് ചോദിച്ചാലും അദ്ദേഹം അത് ചെയ്തു കൊടുക്കും. അങ്ങനെ ഇരിക്കെ ആചാര്യർ നേരെ അയാൾക്ക് ആശ്രയം നൽകാണ്, ഉഗ്രഭൈരവർക്ക്. ഉഗ്രഭൈരവർ യഥാർത്ഥത്തിൽ ആചാര്യനെ വധിക്കാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ശരി, ഞാൻ അങ്ങയോട് ഒരു ദയ തോന്നുകയാണ് ആചാര്യർക്ക്. ശിഷ്യന്മാരിൽ ഒരുവനായി മാറുകയാണ് ഈ ഉഗ്രഭൈരവൻ. എന്നിട്ട് കരുതിക്കൂട്ടിയുള്ള പെരുമാറ്റം കൊണ്ട് എല്ലാവരുടെയും ഇഷ്ടം സമ്പാദിച്ചെടുക്കുകയാണ്. ഇങ്ങനെയുള്ള വ്യക്തികൾ നമ്മുടെ ജീവിതത്തിലും വരും. നല്ല സ്നേഹം കാണിച്ചിട്ട് നമ്മളോട് അങ്ങോട്ട് എന്താ പറയുക, നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സുഹൃത്തായി മാറി നമ്മളെ വഞ്ചിക്കും. അപ്പം അതൊക്കെ എല്ലാവരും ജീവിതത്തിൽ ശ്രദ്ധിക്കണം. എനിക്കും അങ്ങനെയുള്ള അനുഭവങ്ങൾ ഏറെ ഉണ്ടായിട്ടുണ്ട്. എനിവേ, അതൊന്നും കുഴപ്പമില്ല. എല്ലാത്തിൽ നിന്നും ഭഗവാൻ നമ്മളെ രക്ഷിച്ച് കൊണ്ടുവരും. അപ്പോൾ അതേപോലെ ഈ ഉഗ്രഭൈരവൻ ശങ്കരാചാര്യരുടെ ജീവിതത്തിലും വന്നിട്ടുണ്ട്. ഇത്രയും വലിയ ആചാര്യൻ്റെ ജീവിതത്തിൽ വരെ ഇത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ അത്ര നേരം വേണ്ട. അപ്പോൾ ഈ ആചാര്യൻ്റെ ജീവിതത്തിലേക്ക് ഉഗ്രഭൈരവൻ കയറി വരുന്നത് ഏറ്റവും നല്ല ശിഷ്യനായിട്ടാണ്. എന്നിട്ട് ഉഗ്രഭൈരവൻ്റെ നല്ല സ്വഭാവം കൊണ്ട് എല്ലാവർക്കും ഉഗ്രഭൈരവനെ ഇഷ്ടമാവുകയാണ്. തക്കം നോക്കി ഒരു ദിവസം ആചാര്യൻ്റെ അടുത്ത് വന്ന് നമസ്കരിച്ചിട്ട് അതേ സമയം തന്നെ ഈ ഉഗ്രഭൈരവൻ കരയാൻ തുടങ്ങി. ദയ തോന്നിയ ആചാര്യർ ചോദിച്ചു, എന്തിനാ ഇങ്ങനെ കരയുന്നത് ഉഗ്രഭൈരവ, എന്താ കാര്യം എന്ന് ചോദിച്ചു. അങ്ങനെ ഇരിക്കെ, എന്തായാലും എൻ്റെ ഒരു ആഗ്രഹമുണ്ട്, അതൊന്ന് സാധിപ്പിച്ചു തരണം എന്ന് നമ്മുടെ ഉഗ്രഭൈരവൻ ചോദിക്കുകയാണ് ആചാര്യരോട്. അപ്പോൾ ആചാര്യൻ പറഞ്ഞു, എന്നെ കൊണ്ടാവുന്ന എന്ത് കാര്യമാണെങ്കിലും ഞാൻ സാധിപ്പിച്ചു തരാം ഉഗ്രഭൈരവ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, സശരീരനായി കൈലാസപതിയുടെ അടുത്ത് വസിക്കണം എന്ന് ഞാൻ ഒരു 100 വർഷമായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിനുവേണ്ടി ഞാൻ 100 വർഷമായിട്ട് ഞാൻ തപസ് ചെയ്യാണ്. സർവജ്ഞനായിരിക്കുന്ന ഒരുവൻ്റെയോ, അതായത് നല്ല അറിവുള്ള ഒരു വ്യക്തിയുടെയോ, ഒരു രാജാവിൻ്റെ തലയോ ഹോമിച്ചാൽ മാത്രമേ എൻ്റെ ആ ആഗ്രഹം സഫലമാവൂ. അതായത് സശരീരനായിട്ട് മഹാദേവന്റെ അടുത്ത് ജീവിക്കണമെന്ന് ആർക്കാഗ്രഹം? ഉഗ്രഭൈരവൻ. അതിനുവേണ്ടി അയാൾ 100 വർഷമായിട്ട് തപസ് ചെയ്യണം. പക്ഷേ ആ തപസ് പൂർത്തിയാവണമെങ്കിൽ ഒരു നല്ല ജ്ഞാനി, അറിവുള്ളവന്റെ തലയോ അല്ലെങ്കിൽ ഒരു രാജാവിൻ്റെ തലയോ ഈ ഹോമകുണ്ടത്തിൽ ഹോമിക്കണോ അത്രേ, എങ്കിൽ മാത്രമേ അത് പൂർത്തിയാവൂ എന്ന് പറഞ്ഞു. പരമശിവൻ എനിക്ക് പ്രസാദിച്ച് വരവും തന്നിട്ടുണ്ട്. അതിന് ഏറെക്കാലം ഞാൻ ചുറ്റിത്തിരിഞ്ഞു ആചാര്യ. ഒരു ഫലവും കാണാതെ വിഷമിച്ചിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ താമസിക്കുകയാണ്. അങ്ങ് സർവജ്ഞനാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. ഇദ്ദേഹം പറയാം,
ഉഗ്രഭൈരവൻ ആചാര്യനോട്. മാത്രമല്ല, അങ്ങ് ഭയങ്കര ദയാനിധിയാണല്ലോ, സർവജ്ഞനുമാണ്. പരിഹിതത്തിന് വേണ്ടിയാണ് അങ്ങ് ജീവിക്കുന്നത്. അതായത് മറ്റുള്ളവരുടെ സന്തോഷം എന്താണോ അതിനു വേണ്ടിയിട്ടാണ് അങ്ങ് ജീവിക്കുന്നത് പോലും. അതാണ് ഞാൻ അങ്ങയെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത്. അങ്ങ് ദയ കാണിച്ചാൽ എൻ്റെ ഈ ആഗ്രഹം സാധിക്കും, വേറൊരു മാർഗവും ഇല്ല എനിക്ക് എന്ന് പറഞ്ഞു. ആ വൃദ്ധന്റെ വാക്കുകൾ കേട്ടപ്പം നമ്മുടെ ആചാര്യൻ പറഞ്ഞു, അങ്ങനെയാവാം, എന്നാൽ എൻ്റെ ശിഷ്യന്മാർ ഇത് അറിഞ്ഞാൽ ഈ ഉദ്ദേശം നടക്കില്ല. അവരറിയാതെ ഇത് സാധ്യമാക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് അങ്ങ് നോക്കൂ. അപ്പൊ ഉഗ്രഭൈരവൻ പറയാണ്, അടുത്തുള്ള ആരണ്യത്തിൽ, ആരണ്യം എന്ന് പറഞ്ഞ കാട്, അടുത്തുള്ള കാട്ടില് ഒരു ഭൈരവ സ്ഥാനമുണ്ട്. അത് അതിഭീഷണവും ദുർഗവുമായതിനാൽ അവിടെ പ്രത്യേകിച്ച് ആരും പോകാറില്ല. ആ വഴിയൊക്കെ ഭയങ്കര ദുർഘടം പിടിച്ച വഴിയാണ്. അതുകൊണ്ട് അങ്ങോട്ട് ആരും പോകാറില്ല. അവിടെ ഞാൻ പൂജയ്ക്കും ഹോമത്തിനും ഒക്കെ വേണ്ട കാര്യങ്ങൾ ചെയ്യാം. അടുത്ത അമാവാസി രാത്രിയില്, അർദ്ധരാത്രിയില് അങ്ങ് ദയോടുകൂടി ഒന്ന് വന്നാൽ ഒരു തടസ്സവും ഉണ്ടാവില്ല. ഞാൻ മാർഗത്തില് ആ പോകുന്ന വഴിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് അങ്ങേക്ക് നേരിടുകയാണെങ്കിൽ ഞാൻ തന്നെ വന്ന് കൂട്ടിക്കൊണ്ടുപോവാ അങ്ങേ. ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരു ശിഷ്യന്റെ ആഗ്രഹം പൂർത്തിയാക്കാൻ സ്വന്തം ജീവൻ കൊടുക്കാൻ ആചാര്യൻ ഇവിടെ തയ്യാറാവാണ്. അപ്പൊ ആചാര്യര് പറഞ്ഞു, ശരി, അങ്ങനെയാവട്ടെ എന്ന് പറഞ്ഞു. 1-2 ദിവസം കഴിഞ്ഞ് ഉഗ്രഭൈരവൻ എല്ലാവരോടും യാത്ര പറഞ്ഞു. അവിടെ ഉണ്ടായിരുന്ന എല്ലാ ശിഷ്യന്മാരോടും യാത്ര പറഞ്ഞിട്ട് മാറി താമസിക്കാം. ആരും സംശയിച്ചില്ല. എല്ലാവരോടും യാത്ര പറഞ്ഞ് മാറി താമസിച്ചപ്പോൾ ആരും സംശയിച്ചില്ല. ആ പറഞ്ഞ യഥാർത്ഥമായ അമാവാസി ദിവസം വന്നു. അർദ്ധരാത്രിയില് ശിഷ്യന്മാരെല്ലാം ഉറങ്ങുമ്പോൾ ആചാര്യൻ എഴുന്നേറ്റ് പതുക്കെ ആ സ്ഥലത്തേക്ക് നടക്കുകയാണ്. അദ്വൈത ബ്രഹ്മജ്ഞാനത്തിൽ സുപ്രതിഷ്ഠനതല്ല എങ്കിൽ ഇങ്ങനെയൊരു സമദൃഷ്ടി ഉണ്ടാവൂ? ഇത്രയും ഒരു അറിവ്, ഇത്രയും ഒരു അർപ്പണ മനോഭാവം ഭഗവാനിൽ ഇല്ല എങ്കിൽ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് സ്വന്തം ജീവൻ കൊടുക്കാൻ ഒരാൾ തയ്യാറാവൂ? തയ്യാറാവില്ല. പരന്മാർക്ക് വേണ്ടി പ്രാണത്യാഗം പോലും ചെയ്യാൻ തോന്നുമോ അദ്ദേഹത്തിന്? നമ്മൾ എന്തൊക്കെ കൊടുക്കാന്ന് പറഞ്ഞാലും നമ്മുടെ ജീവൻ ഒരാൾക്ക് വേണ്ടി നമ്മൾ കൊടുക്കില്ല. പക്ഷെ ആചാര്യൻ ഇവിടെ അതിനും തയ്യാറായി നിൽക്കുകയാണ്. ഉഗ്രഭൈരവനാണെങ്കിലോ ആചാര്യൻ വരുന്നതും പ്രതീക്ഷിച്ച് ഒരു വഴിയിൽ ഇങ്ങനെ നിൽക്കുക. അങ്ങനെ ഇരിക്കെ ഒരുപാട് സന്തോഷിച്ചു ഉഗ്രഭൈരവൻ. കാരണം എന്താ, കുറച്ചു കഴിഞ്ഞ് നോക്കിയപ്പം ആചാര്യൻ നടന്നു വരുന്നുണ്ട്. എന്നിട്ട് ഈ ആചാര്യന്റെ പാദങ്ങളിൽ നമസ്കരിച്ച ശേഷം വഴി കാണിക്കുകയാണ് ആചാര്യർക്ക്. ഈ ആചാര്യന്റെ മുമ്പിലൂടെ ഉഗ്രഭൈരവൻ നടക്കുകയാണ്. ആ ഭൈരവ സ്ഥാനം അവിടെയാണ്, അവിടെ വെച്ച് തലവെട്ടിക്കളയാം എന്നിട്ട് ഹോമിക്കാന്നും പറഞ്ഞുകൊണ്ട്. അങ്ങനെ രണ്ടുപേരും നടന്ന് ഭൈരവ സ്ഥാനത്തിലെത്തി. തിങ്ങി നിൽക്കുന്ന വലിയ വൃക്ഷങ്ങളും ഭയങ്കര ഇരുട്ടും വിജനമായ ഒരു പ്രദേശവും ഒരുപാട് രാത്രിയിലുള്ള ആ ചീവിടുകളുടെയൊക്കെ ശബ്ദവും തവളകളുടെയും എന്തൊക്കെയോ മൃഗങ്ങളുടെയൊക്കെ ശബ്ദവും ആകെപ്പാടെ ഒരു ഭയങ്കരം പേടിയുണ്ടാക്കുന്ന ഒരു അമാവാസി രാത്രി. അവിടെ സിന്ദൂരമായ പരിലപ്തിതമായിരിക്കുന്ന ഒരു ഭൈരവമൂർത്തി, ഭൈരവന്റെ വലിയൊരു വിഗ്രഹം, അതിലുണ്ട് നിറച്ചും സിന്ദൂരം. മുൻവശത്ത് പൂജയ്ക്കുള്ള ഉപകരണങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. അടുത്ത് ഒരു ചെറിയ ദീപം, അതിൻ്റെ ഒരു മങ്ങിയ പ്രകാശം ഒരു കാട്ടിൻ്റെ ഉള്ളിൽ. അത് കാണുമ്പോൾ തന്നെ നമുക്കെല്ലാം പേടിയാവും. തൃശൂലധാരികളും യമകിങ്കരന്മാരുമായ കാപാലികരാണെങ്കിൽ നാലുപാടും കാവല് നിൽക്കുന്നുണ്ട്. കുറേ പേര് തൃശൂലവും പിടിച്ചിട്ട് യമകിങ്കരന്മാരെല്ലാം ഇങ്ങനെ കാവല് നിൽക്കുകയാണ്. അതിഭീഷണ ദൃശ്യം എന്ന് പറഞ്ഞാൽ ശരിക്കും പേടിപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷം. ഉഗ്രഭൈരവൻ എന്താ ചെയ്തത്? കാലവിളംബം കൂടാതെ, അതായത് നേരം വൈകാതെ ബലിയുടെ സ്ഥാനം കാണിച്ചു കൊടുത്തു. എവിടെയാണോ ബലി കൊടുക്കേണ്ടത് ആ സ്ഥാനം കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇവിടെ അങ്ങ് തല വെച്ച് കിടക്കൂന്ന് പറഞ്ഞു. ബലി കൊടുക്കേണ്ട ആ കല്ലിൻ്റെ മുകളിൽ തല വെച്ച് കിടക്കൂന്ന് പറഞ്ഞു. ഞാൻ അങ്ങയുടെ തല വെട്ടി ഈ ഹോമകുണ്ടത്തിലേക്ക് ഹോമിച്ചോളാന്ന് പറഞ്ഞു. ആചാര്യൻ പറഞ്ഞു, അല്പം ക്ഷമിക്കൂ, ഞാൻ സമാധി സ്ഥാനനാകാം.
പിന്നീട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. എന്താ പറഞ്ഞ ആചാര്യൻ? കുറച്ച് ക്ഷമിച്ചോളൂ, ഞാൻ സമാധിയായിട്ടിരിക്കാം, നിങ്ങൾക്ക് പിന്നെ എന്ത് വേണോ അത് ചെയ്തോളൂ. തല വെട്ടേ, കാല് വെട്ടേ, കഴുത്ത് വെട്ടേ, എന്താ അച്ഛാ ചെയ്തോളൂ. ഉടനെ ഉഗ്രഭൈരവർ എന്ത് ചെയ്തു? ആചാര്യർക്ക് സമാധിയാവാൻ ഇരിക്കാൻ ഒരു ഇരിപ്പിടം കൊണ്ടുവന്നു. ആചാര്യർ അവിടെ ഇരുന്നു. പക്ഷേ സാക്ഷാൽ വിധാതാവിൻ്റെ തീരുമാനം മറ്റൊന്നായിരുന്നു. പത്മപാദൻ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു ശങ്കരാചാര്യരുടെ ആദ്യത്തെ ശിഷ്യനാണെന്ന്. പത്മപാദർക്ക് രാത്രി ഇങ്ങനെ ഉറങ്ങാണ് ഇതേ സമയം. കാരണം ശിഷ്യന്മാരും ആരും അറിയാതെയാണ് ഇദ്ദേഹം കാട്ടിലേക്ക് വന്നിരിക്കുന്നത്. പത്മപാദര് ഉറങ്ങുന്ന സമയത്ത് ശയ്യ ഉപേക്ഷിച്ചു. അതായത് കിടക്കുന്ന ആ ഒരു സ്ഥലത്ത് കിടക്കുന്ന ആ ഇത് ഉപേക്ഷിച്ചിട്ട് ഭീഷണമായ ഒരു ശബ്ദത്തോടെ, അതായത് ആ കിടക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റിട്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്, ആ കിടക്കുന്നിടത്ത് നിന്ന് എഴുന്നേറ്റിട്ട് ഭയങ്കരമായൊരു ശബ്ദത്തോടെ, ഭയങ്കര ഗർജനം എന്നാ പറയുന്നത്, ആ ഗർജനത്തോടു കൂടി ഈ കാട്ടിലേക്ക് അങ്ങ് കുതിച്ചു ചാടി പത്മപാദര്. ആ ശബ്ദം കേട്ടിട്ട് എല്ലാവരും ഉണർന്നെണീറ്റു. ആചാര്യന്റെ എല്ലാ ശിഷ്യന്മാരും ഉണർന്നെണീറ്റിട്ട് പത്മപാദരുടെ പിന്നാലെ പോയി. ഈശ്വരപ്രേരിതനായിരിക്കുന്ന പത്മപാദർ പെട്ടെന്ന് തന്നെ ഒറ്റച്ചാട്ടത്തിന് ആചാര്യർ ഇരിക്കുന്ന സ്ഥലത്തേക്ക് എത്തി. ഇതിനിടയ്ക്ക് ഉഗ്രഭൈരവൻ എന്താ ചെയ്തത്? ആചാര്യനെ ബലിസ്ഥാനത്ത് കിടത്തിയിട്ട് വാൾ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. ഉടനടി പത്മപാദന്റെ ആ ഗർജന ശബ്ദം കേട്ടിട്ട് ഈ ഉഗ്രഭൈരവർ ഞെട്ടി ചുറ്റുപാടും നോക്കുകയാണ്. എന്താ ഇത്ര ശബ്ദം? എവിടുന്നാ ഈ കൊടുങ്കാട്ടിൽ ഇത്രയും ശബ്ദം എന്ന്? നരസിംഹം വരുന്ന ആവേശത്തോടുകൂടി പത്മപാദർ എന്ത് ചെയ്തു? ആ ഉഗ്രഭൈരവന്റെ കയ്യിൽ നിന്ന് ആ വാളെടുത്തിട്ട് ഉഗ്രഭൈരവന്റെ തലയൊരൊറ്റ വെട്ടുവെട്ടി. ഭയങ്കരമായൊരു ഗർജനമായിരുന്നു അവിടെ. ആചാര്യന്റെ മറ്റ് ശിഷ്യന്മാരെല്ലാം ആ സമയത്ത് ഓടി ആ സ്ഥലത്തെത്തി. എല്ലാവരും എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുകയാണ്. ഈ അവസ്ഥ കണ്ടിട്ട് ഈ കൊടും കാട്ടിൻ്റെ ഉള്ളിൽ ചെറിയ വിളക്കിൻ്റെ ഒരു പ്രകാശത്തിൽ ഈ ഒരു അവസ്ഥയിൽ എങ്ങനെ നമ്മുടെ ആചാര്യൻ ഇവിടെ എത്തി എന്ന് ആലോചിച്ചുകൊണ്ട് ഇതെല്ലാം കണ്ട് ഉഗ്രഭൈരവന്റെ ശിഷ്യന്മാരെല്ലാം ഓടി മറഞ്ഞു. നരസിംഹ ഭഗവാന്റെ ആ ഗർജനം കണ്ടിട്ട് ആചാര്യരുടെ സമാധിയെല്ലാം ഭഗ്നമായി, തടസ്സപ്പെട്ടു. പത്മപാദരുടെ ശരീരത്തിൽ നിന്ന് അതിജ്യോതിർമയമായിരിക്കുന്ന അതിഭീഷണമായിരിക്കുന്ന ആ നരസിംഹമൂർത്തിയെ നമ്മുടെ ശങ്കരാചാര്യർ കാണാണ്. മുമ്പിൽ നിൽക്കുന്നത് പത്മപാദരാണ്, പക്ഷെ ശങ്കരാചാര്യർ കാണുന്നതോ നരസിംഹമൂർത്തിയാണ് നമ്മുടെ പത്മപാദരിൽ കാണുന്നത്. സമീപത്ത് നോക്കുമ്പോൾ, അടുത്ത് നോക്കുമ്പോൾ തല വേർപെട്ട് രക്തം ധാരധാരയായി ഒഴുകിക്കിടക്കുന്ന ആ വൃദ്ധ കാപാലികന്റെ ദേഹം ഇങ്ങനെ കിടന്ന് പിടയ്ക്കുന്നു. ആരാണ്? നമ്മുടെ ഉഗ്രഭൈരവന്റെ തല ഇങ്ങനെ കിടന്ന്, തല ശരീരത്തിൽ നിന്ന് വേർപെട്ടിട്ട് ഇങ്ങനെ തുടിക്കുന്നു ശരീരം. ശിഷ്യന്മാരെല്ലാം ദൂരെ മാറി നിൽക്കുന്നു. ആചാര്യന്റെ മുമ്പിൽ നിൽക്കുന്നത് പത്മപാദര്. പക്ഷെ ആ പത്മപാദരുടെ മുമ്പിൽ നിൽക്കുന്ന പത്മപാദരിൽ കാണുന്നത് നരസിംഹ ഭഗവാനെ. ആചാര്യരുടെ ശരീരം അങ്ങനെ രോമാഞ്ചം കൊണ്ടു എന്നാ പറയുന്നത്. അദ്ദേഹം നൃസിംഹദേവനെ വാഴ്ത്തി വാഴ്ത്തി സ്തുതിച്ചു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആ നരസിംഹ ഭഗവാൻ അപ്രത്യക്ഷനായി. ഉടനെ നമ്മുടെ പത്മപാദര് മോഹാലസ്യപ്പെട്ട് ബോധം കെട്ട് താഴെ വീണു. ആചാര്യരുടെ ആജ്ഞ അനുസരിച്ച് ശിഷ്യന്മാര് പത്മപാദന് ബോധം വരാൻ വേണ്ടിയിട്ട് വെള്ളമൊക്കെ കുടഞ്ഞ് ക്രമേണ അദ്ദേഹത്തിന് ബോധം വന്നു പത്മപാദർക്ക്. പക്ഷേ അവിടുത്തെ കാഴ്ച കണ്ടപ്പോൾ പത്മപാദർ ഞെട്ടിപ്പോയി, ആശ്ചര്യപ്പെട്ടു. ഒന്നും വ്യക്തമായില്ല പത്മപാദർക്ക്. ഉഗ്രഭൈരവന്റെ ആ വനത്തില് ആചാര്യര് ദുഃഖിച്ചിങ്ങനെ നിൽക്കുക. ആരുടെ ആഗ്രഹം നിറവേറ്റുന്നതിന് താൻ തലവെച്ചു കൊടുക്കാൻ തയ്യാറായിരുന്നു, അയാളുടെ തല തന്നെ ഛിന്ന ഭിന്നമായി കിടക്കുകയാണ്. പത്മപാദനെ ആചാര്യൻ ശാസിച്ചു. അപ്പോൾ പത്മപാദര് പറഞ്ഞു, ആചാര്യ, എന്നെ ഒന്നും പറയരുത്, ഞാൻ ഒരു സ്വപ്നം കണ്ടതാണ്. ആ സ്വപ്നം കണ്ടത് എന്താണെന്ന് ഞാൻ അങ്ങയോട് പറയാം. ഒരു കാപാലികൻ
ആചാര്യന്റെ ശിരസ് ഛേദിക്കുന്നതായിട്ടാണ് ഞാൻ സ്വപ്നം കണ്ടത്. എന്തു ചെയ്യണമെന്നറിയാതെ ഞാൻ എൻ്റെ ഇഷ്ടദേവനായിരിക്കുന്ന നൃംസിംഹദേവനെ സ്മരിച്ച് ആചാര്യനെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. ആ ഭഗവാൻ അതിഭീഷണവും ജ്യോതിർമയവുമായിരിക്കുന്ന ഒരു രൂപം ധരിച്ചിട്ട് തൻ്റെ മുമ്പിൽ വന്നു നിൽക്കുന്നതായിട്ട് ഞാൻ കണ്ടു ആചാര്യ. പിന്നീട് എന്തു നടന്നെന്ന് എനിക്ക് ഒരു രൂപവും ഇല്ല. ഇപ്പോൾ ഞാൻ കാണുന്നത് ഈ കാടും അങ്ങയെയും നമ്മുടെ ശിഷ്യന്മാരെയാണ്. ഇതെല്ലാം കേട്ട് സുരേശ്വരൻ തുടങ്ങിയ മറ്റു ശിഷ്യന്മാരെല്ലാവരും വന്നിട്ട് പത്മപാദനെ അങ്ങ് അഭിനന്ദിച്ചു. പണ്ട് നരസിംഹദേവനെ ഉപാസിച്ച് പ്രത്യക്ഷപ്പെടുത്തിയ കഥ ആചാര്യരുടെ ആജ്ഞപ്രകാരം നമ്മുടെ പത്മപാദൻ പറഞ്ഞു കേൾപ്പിക്കുകയാണ്. ശ്രീശൈലത്തിൽ എല്ലായിടത്തും ഈ കഥ ഭയങ്കരമായിട്ട് പ്രചരിക്കുന്നുണ്ട്. കാപാലികന്മാർ കൂട്ടം കൂട്ടമായി വന്നിട്ട് ആചാര്യരുടെ ശിഷ്യത്വം സ്വീകരിക്കുകയാണ്. ഈ കാപാലികന്മാരായിരുന്നു അവരായിരുന്നു ആചാര്യനെ കൊല്ലാൻ വേണ്ടി തുടങ്ങിയത്. പക്ഷെ പിന്നീട് അവർ തന്നെ വന്നിട്ട് ഭഗവാന്റെ ആചാര്യന്റെ ശിഷ്യത്വം സ്വീകരിക്കുകയാണ്. അങ്ങനെ മറ്റു മതസംഘങ്ങളും എല്ലാവരും വന്നിട്ട് ആചാര്യന് ശരണം പ്രാപിച്ചു. ആചാര്യയുടെ ആ ഉദാരമായ മനസ്സും സ്വാർത്ഥ ത്യാഗവും പരഹിതത്താൽ പരതയും, അതായത് മറ്റുള്ളവരുടെ ആഗ്രഹം സാധിപ്പിക്കാനുള്ള ആ ഒരു മനസ്സും എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. അവർ അദ്ദേഹത്തെ പ്രശംസിക്കുകയാണ്. അങ്ങേപ്പോലെ അങ്ങ് മാത്രമേ ഉണ്ടാവൂ. മറ്റൊരാൾക്ക് എന്ത് ചെയ്യണം, എന്ത് വേണമെന്ന് ആഗ്രഹിക്കുന്നുവോ അതാണ് അങ്ങ് ചെയ്തു കൊടുക്കുന്നത്. അങ്ങേപ്പോലെ മറ്റാരും ഉണ്ടാവില്ല. അങ്ങനെ ശ്രീശൈലം കഴിഞ്ഞാൽ ഈ പ്രദേശത്തെ ഭയങ്കര പ്രസിദ്ധമായിരിക്കുന്ന തീർത്ഥസ്ഥലമാണ് ഗോകർണം എന്ന് പറയുന്നത്. ശ്രീശൈലം കഴിഞ്ഞാൽ പിന്നെ ഗോകർണമാണ്. ആചാര്യര് ശ്രീശൈലത്തിൽ നിന്ന് പടിഞ്ഞാറ് ദേശത്തുള്ള പല പല തീർത്ഥസ്ഥലങ്ങളും കണ്ട് ക്രമേണ പശ്ചിമ സമുദ്ര തീരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗോകർണത്തിലേക്ക് എത്തി. അവിടെ ഗോകർണേശ്വരനായിരിക്കുന്ന മഹാദേവന്റെ ക്ഷേത്രമുണ്ട്. ആചാര്യനും ശിഷ്യന്മാരും കൂടെ എന്ത് ചെയ്തു? ഭഗവാനെ സ്മരിച്ച് പ്രാർത്ഥിച്ച് ഒരു മനോജ്ഞമായിരിക്കുന്ന സ്തോത്രം രചിച്ചിട്ട് ഭഗവാന് സമർപ്പിച്ചു. ആചാര്യരുടെ ആ പേരും പ്രശസ്തിയും ഗോകർണത്തിലും എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും. അങ്ങനെ അവിടുത്തെ സാമാന്യ പണ്ഡിതന്മാരിൽ ആരും തന്നെ ആചാര്യനുമായിട്ടൊരു തർക്കം നിൽക്കാൻ തയ്യാറായില്ല. ഗോകർണത്തിലുള്ള ആരും ആചാര്യനോട് ഒരു തർക്കത്തിനായിട്ട് നിന്നില്ല. അവരെല്ലാം ശ്രദ്ധയോടുകൂടി ആചാര്യന്റെ ഉപദേശം കേട്ടിരുന്നു. എന്നാൽ തർക്കകുശലരായിരിക്കുന്ന ചില മഹാപണ്ഡിതന്മാര് അന്ന് ഗോകർണത്തിൽ താമസിച്ചിട്ടുണ്ടായിരുന്നു. പാശുപതാവലംബിയായിരിക്കുന്ന നീലകണ്ഠൻ ആ ദേശത്തെ ശൈശവന്മാരുടെ നേതാവായിരുന്നേ. അദ്ദേഹത്തിന്റെ ബ്രഹ്മസൂത്ര ഭാഷ്യം എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാരുടെ അഭിമാനവും അതുപോലെ തന്നെ ഭയങ്കര ശക്തിയുമാണ്. അദ്ദേഹം നേരിട്ട് ആചാര്യനുമായിട്ടൊരു വാദത്തിൽ ഏർപ്പെടാൻ ഉദ്ദേശിച്ചില്ല. ഏത് വലിയ ആൾക്കാരായാലും നമ്മുടെ ശങ്കരാചാര്യരോട് ഒരു വാദത്തിന് വരാൻ പിന്നീട് തയ്യാറാവുന്നില്ല, ധൈര്യമില്ല. എന്നാൽ നീലകണ്ഠന്റെ ശിഷ്യനായിരിക്കുന്ന ഹരദത്തൻ ആചാര്യരുടെ ആ ഒരു അദ്വൈതപരമായിരിക്കുന്ന വ്യാഖ്യാനം കേട്ട് ആ ഗുരുവിന്റെ സമക്ഷം ആചാര്യരെ വാദത്തിൽ തോൽപ്പിക്കണമെന്നാവശ്യപ്പെട്ടു. ഏതെങ്കിലും ഒരാൾ ഉണ്ടാവും ഒരു പാഠം പഠിക്കാൻ. ആ അപേക്ഷക്കിണങ്ങി വലിയ നേരം വൈക്കൊന്നുമില്ലാതെ ഹരദത്തനെയും മറ്റ് ശിഷ്യന്മാരെയും കൂടെ കൂട്ടിയിട്ട് നീലകണ്ഠൻ ആചാര്യന്റെ അടുക്കലേക്ക് വന്നു. പത്മപാദൻ അവരെ സ്വീകരിച്ചിട്ട് എന്ത് ചെയ്തു? അവരെ സ്വീകരിച്ചിട്ട് ബഹുമാനത്തോടുകൂടി ഇരുത്തി. അങ്ങനെ ഇരിക്കെ അദ്വൈത മതം യുക്തിവിരുദ്ധമാണെന്നും തൻ്റെ ശൈശവ മതതത്വം കേട്ടാൽ അത് മനസ്സിലാകുമെന്നും നീലകണ്ഠൻ പറഞ്ഞു. ശൈവമതം വ്യാഖ്യാനിക്കാൻ പത്മപാദൻ അപേക്ഷിച്ചതിനനുസരിച്ച് അദ്ദേഹം സ്വന്തം പ്രസംഗത്തോടുകൂടി അദ്വൈത മതത്തെ ആക്ഷേപിക്കാൻ തുടങ്ങി. സ്വന്തം മതത്തെ ആക്ഷേപിക്കാൻ തുടങ്ങി. ആചാര്യൻ ഒന്നും മിണ്ടാതെ ഇരിക്കുകയാണ്. അത് കണ്ട് സുരേശ്വരൻ വാദിക്കാൻ തുടങ്ങി.
ഈ മതത്തെ ആക്ഷേപിച്ചിട്ട് പോലും നമ്മുടെ ശങ്കരാചാര്യർ ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ സുരേശ്വരൻ വന്നിട്ട് വാദിക്കാൻ തുടങ്ങി, നമ്മുടെ ശങ്കരാചാര്യരുടെ ശിഷ്യൻ. എന്നാൽ ആചാര്യനുമായി തർക്കിക്കാനാണ് താൻ ആഗ്രഹിക്കുന്നത് എന്ന് ഈ നീലകണ്ഠൻ പറഞ്ഞു. സുരേശ്വരനോട് പറഞ്ഞു, ഞാൻ ആചാര്യനുമായി തർക്കിക്കാനാണ് ആഗ്രഹിക്കുന്നത്, അല്ലാതെ നിങ്ങളുമായിട്ട് സംസാരിക്കാനല്ല എന്ന് പറഞ്ഞു. ആചാര്യൻ അത് സമ്മതിച്ചു. അവസാനം ആചാര്യ മതം തന്നെയാണ് യുക്തിയുക്തമെന്ന് നീലകണ്ഠന് സമ്മതിക്കേണ്ടി വന്നു. ആചാര്യൻ വാ തുറന്നു തുടങ്ങിയാൽ പിന്നെ ഇവർ ജയിക്കോ? ഇവർ സമ്മതിച്ചു ആചാര്യന്റെ മതം തന്നെയാണ് ശരിയെന്ന്. അങ്ങനെ ആചാര്യനെ വണങ്ങിയിട്ട് സ്വന്തം വീട്ടിലേക്ക് മടങ്ങിയെത്തി. അദ്ദേഹം തൻ്റെ ഭാഷ്യഗ്രന്ഥം വെള്ളത്തിലേക്ക് എറിഞ്ഞു കളഞ്ഞു എന്നാണ് പറയുന്നത്, ഈ നീലകണ്ഠനും വന്ന ആൾക്കാരും. അതോടുകൂടി ഗോകർണത്തിൽ മുഴുവൻ ആചാര്യന്റെ കീർത്തി അങ്ങ് ഭയങ്കരമായി വർദ്ധിച്ചു. ഹരദത്തൻ തുടങ്ങി നീലകണ്ഠ ശിഷ്യന്മാരും എല്ലാവരും അദ്വൈതാചാര്യം സ്വീകരിച്ചു. ആ അദ്വൈത മതം, അതാണ് അവരെല്ലാവരും പിന്നീട് സ്വീകരിച്ചത്. ഗോകർണം മുഴുവൻ അദ്വൈത മതം സ്വീകരിച്ചു. അവർക്ക് മനസ്സിലായി അവർ പറഞ്ഞിരിക്കുന്ന യുക്തിവാദങ്ങളൊന്നും ഒന്നുമല്ല. അങ്ങനെ ഗോകർണത്തിൽ നിന്നും നമ്മുടെ ആചാര്യൻ ശിഷ്യന്മാരുമായിട്ട് കിഴക്കോട്ട് നടന്ന് ഹരിഹരപുരം, അതായത് ഹരിശങ്കരപുരം എന്നും പറയാറുണ്ട്, ആ സ്ഥലത്തെത്തി. ഹരിഹരന്മാരുടെ അഭിന്നത കാണിച്ച് ഭേദമുദ്ദീൻ ഇല്ലായ്മ ചെയ്യാൻ പണ്ട് മുതലേ അവിടെ ഹരിഹരന്മാര് അഭിന്നമൂർത്തിയായിട്ട് നിലകൊള്ളുന്നു എന്നാണ് പറയുന്നത്. ചാലൂക്യ രാജാവായ വിക്രമാദിത്യന്റെ സഹോദരൻ ആദിത്യവർമ്മ അവിടെ തലസ്ഥാനമായിട്ട് ഇങ്ങനെ വാണിരിക്കുക ആ സ്ഥലത്ത്. ഒരുപാട് ഭക്തന്മാരും സന്യാസിമാരൊക്കെ അവിടെ താമസിച്ചിട്ട് ഈശ്വരാരാധനകളൊക്കെ ചെയ്ത് സാധനകളെല്ലാം ചെയ്തു വരുന്നുണ്ട്. ആചാര്യൻ അവിടെ എത്തിയിട്ട് വളരെ ലളിതമായ ഭക്തിപൂർണമായിരിക്കുന്ന സ്തോത്രങ്ങളെല്ലാം രചിച്ചിട്ട് ഭഗവാനെ അങ്ങ് സ്തുതിച്ച് ആരാധിച്ചു തുടങ്ങി. ആദിത്യവർമ്മ രാജാവും ആ ദേശവാസികളുടെ ആചാര്യ ഭക്തി കണ്ട് ജ്ഞാനപൂർണമായിരിക്കുന്ന ഉപദേശം കേട്ട് ആ രാജാവും ആചാര്യനെ വാഴ്ത്തി. അങ്ങനെ ഹരിഹരപുരത്തു നിന്നും ആചാര്യർ എന്ത് ചെയ്തു? ഇനി ഏറ്റവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്കാണ് ആചാര്യൻ പോകുന്നത്. എവിടേക്കായിരിക്കും? എവിടേക്കായിരിക്കും പോകുന്നത്? ഒരു ക്ലൂ തരാം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സ്ഥലം. നോക്കട്ടെ ആരാണ് ആദ്യം ടൈപ്പ് ചെയ്യണേന്ന്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സ്ഥലം. ഇവിടെ എൻ്റെ സഞ്ജു പറയാം മൂകാംബിക. അതെ, ആചാര്യൻ നേരെ ചെല്ലുന്നത് മൂകാംബിക എന്ന പ്രസിദ്ധമായ തീർത്ഥസ്ഥാനത്തേക്കാണ് പോകുന്നത്. യഥാർത്ഥ സാധകന്മാർക്ക് ജ്ഞാനവും ഐശ്വര്യവും മൂകാംബികാദേവി എന്താ പറയുക, അളവില്ലാതെ കനിഞ്ഞു കൊടുക്കുകയാണ്. ആ സ്ഥലത്താണ്, അതാണ് ആ സ്ഥലത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. യെസ്, മൂകാംബിക. അംബികാദേവിയുടെ കൃപയാൽ മൂകൻ വാക്യാകുശലനാകുന്നു എന്നതിനാലാണ് ദേവിക്ക് മൂകാംബിക എന്ന പേര് സിദ്ധിച്ചത്. ഗുരുവായൂരും എൻ്റെ ഫേവറേറ്റ് പ്ലേസ് ആണ്. ശൃംഗേരി അതിലേറെ ഇഷ്ടം, അവിടെ പോയിരിക്കാൻ. ഇതൊക്കെയാണ് ഞാൻ എസ്കേപ്പ് ആവുന്ന സ്ഥലങ്ങൾ. ഇവിടെ വെച്ച് അംബികാദേവി മുഖാസുരനെ കൊന്നതുകൊണ്ട് ഈ സ്ഥലത്തിന് മൂകാംബിക എന്ന പേര് കിട്ടുകയാണ്. വൃന്ദാവനം ഇഷ്ടമാണ്. അങ്ങനെ ഒരു ഐതിഹ്യം ഉണ്ട് അവിടെ, മനസ്സിലായോ? അങ്ങനെ അനേകം വൃക്ഷങ്ങൾ കൊണ്ട് ഈ സ്ഥലം അതിരമണീയമായ സ്ഥലമാണ്. ഓരോ കാൽച്ചുടലും നമുക്ക് ദേവിയുടെ ആ ഒരു സാന്നിധ്യം അനുഭവിച്ചറിയാൻ സാധിക്കും. ഇപ്പം മൂകാംബിയെ കുറിച്ച് പറഞ്ഞാൽ നാളെ വൈകുന്നേരത്തേക്കുള്ള ട്രെയിനിൽ ചിലപ്പോൾ ഞാൻ കയറിപ്പോയെന്നിരിക്കും. എനിക്കിപ്പോൾ കണ്ണിൽ ആ സ്ഥലങ്ങളൊക്കെയാണ് തോന്നുന്നത്. അത്രയ്ക്ക് ഇഷ്ടമാണ് മൂകാംബികയും ഗുരുവായൂരും. തൃശ്ശൂർ ജില്ലയിൽ ഞാൻ എവിടെ വരുന്നെങ്കിലും ഗുരുവായൂരാണ് താമസിക്കുക. മൂകാംബിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ എല്ലാ തിരക്കുകൾക്കിടയിലും ഒന്ന് ഓടിപ്പോകാൻ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമാണ് മൂകാംബിക. പിന്നെ കൊട്ടിയൂരൊക്കെ വർഷത്തിൽ ഒന്നല്ലേ പറ്റൂ നമുക്ക്. അങ്ങനെ ഇരിക്കെ വൃക്ഷങ്ങൾ കൊണ്ട് മനോഹാരിത നിറഞ്ഞ അതിരമണീയമായ ആ സ്ഥലത്ത് നമ്മുടെ ആചാര്യൻ എത്തി. ദേവീ ദർശനത്തിന് പോകുമ്പോൾ ഒരു മരിച്ചുപോയ മകനെയും കൊണ്ട് മാതാപിതാക്കൾ കരയുന്നത് ആചാര്യൻ കണ്ടു. അവരുടെ സങ്കടം കണ്ടപ്പോൾ ആചാര്യൻ്റെ ഹൃദയം തകർന്നുപോയി. ഒരമ്മയും അച്ഛനും അവരുടെ മരിച്ചുപോയ കുഞ്ഞിനെയും കൊണ്ട് നിന്ന് കരയാണ്. സാക്ഷി സ്വരൂപനായി സദാപി സ്ഥിതി ചെയ്തിരുന്ന ആചാര്യൻ ആ ഒരു എന്താ പറയുക, സ്വന്തം ഹൃദയത്തിലേക്ക് നോക്കി, എനിക്കും ഒരു അമ്മയുണ്ടല്ലോ നാട്ടിൽ,
എന്നാലോചിച്ച് ആ ശവശരീരം എടുത്ത മാതൃഹൃദയം ആ ആചാര്യൻ്റെ ഹൃദയത്തെ വല്ലാതെ വേദനിപ്പിച്ചു. അദ്ദേഹത്തെയും ശിഷ്യന്മാരെയും കണ്ട് ആ ദമ്പതികൾ എന്താ ചെയ്തത്? അടുത്ത് ചെന്ന് മരിച്ചുപോയ മകൻ്റെ ശവശരീരം ആചാര്യൻ്റെ പാദങ്ങളിൽ വെച്ചിട്ട് എൻ്റെ കുഞ്ഞിന് ജീവൻ തിരിച്ചു നൽകാൻ തരണേന്ന് അപേക്ഷിച്ചു. തിരുപ്പതി ഇഷ്ടമാണ്, പക്ഷെ തിരുപ്പതിയിൽ ഞാൻ മൂകാംബികയിലും ഗുരുവായൂരും സ്റ്റേ ചെയ്യുന്നത്ര തിരുപ്പതിയിൽ സ്റ്റേ ചെയ്യാറില്ല. അവിടെ ഇഷ്ടമാണ് തിരുപ്പതിയിൽ. എപ്പോഴാണെന്നറിയോ? രാത്രിയിൽ ഒരു 8 മണിക്ക് ശേഷം നമ്മൾ താഴേക്ക് ഇറങ്ങില്ല. എല്ലാ കടകളും അടച്ചിട്ട് തിരുമലയിൽ ഇരിക്കുമ്പോൾ ഭയങ്കര തണുപ്പെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടം വരെ മിസ്റ്റ് വരും. നല്ല ബ്ലാങ്കറ്റ്സുമായിട്ട് നല്ല സ്വെറ്ററൊക്കെ ആയിട്ട് മേലെ ചെന്നിട്ട് അത് അനുഭവിച്ചറിയണം. നെക്സ്റ്റ് ടൈം തിരുപ്പതിയിൽ പോകുമ്പോൾ എൻ്റെ കൂടെ ആ ഫീൽ അനുഭവിക്കാൻ ആരൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ വന്നോളൂ. പക്ഷെ പിന്നെ പറയരുത് മാതാജി ഇത്രയും വലിയ തണുപ്പ് കൊണ്ടിട്ടെന്ന്. ഞാൻ അവിടെ അങ്ങനെ ഇരിക്കും ആ തണുപ്പിൽ. ഭഗവാന്റെ മന്ത്രവും ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ, പറയാൻ പറ്റത്തില്ല ആ ഒരു ആനന്ദം. അങ്ങനെ ഇരിക്കെ ആചാര്യൻ്റെ പാദങ്ങളിൽ നമ്മുടെ ഈ അച്ഛനമ്മമാര് മകൻ്റെ ശവശരീരം കിടത്തിയിട്ട് കുഞ്ഞിന് ജീവൻ തിരിച്ചു നൽകണമെന്ന് അപേക്ഷിച്ചു. ആളുകൾ തിങ്ങിക്കൂടി. ആചാര്യൻ ഭഗവതിയെ ശരണം പ്രാപിച്ചിട്ട് അവരുടെ പ്രാർത്ഥന സഫലമാക്കി കൊടുക്കണേന്ന് ദേവിയോട് അഭ്യർത്ഥിച്ചു. പെട്ടെന്ന് ആ കുട്ടിയിൽ ജീവൻ തുടിക്കുന്നതായിട്ട് കണ്ടു. ഉറങ്ങി എഴുന്നേറ്റതുപോലെ ആ കുഞ്ഞ് കണ്ണു തുറന്നു. അച്ഛനമ്മമാരുടെ അത്ഭുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയാൻ പറ്റാത്ത അത്ഭുതമായിരുന്നു. അവരെന്തേത് അവരെയും ബാലനെയും ആശീർവദിച്ചിട്ട് എല്ലാം ദേവിയുടെ കാരുണ്യം തന്നെയാണെന്ന് നമ്മുടെ ആചാര്യൻ പറഞ്ഞു. മാതാപിതാക്കൾ ആചാര്യനെയും ശിഷ്യന്മാരെയും നമസ്കരിച്ചു. അവരെ യാത്രയാക്കിയിട്ട് ആചാര്യൻ ദേവീക്ഷേത്രത്തിലേക്ക് പോയി. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഭക്തിയുടെ ആ ഒരു ആവേശം എന്ന് പറഞ്ഞാൽ അതിങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മൂകാംബികയെ ദർശിച്ചിട്ട് ആചാര്യർ ഇങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കുക. സാക്ഷീഭാവത്തിൽ സദാ സ്ഥിതി ചെയ്യുന്ന ആചാര്യൻ ഈ ഹൃദയഭാവത്തെ തടഞ്ഞില്ല. ആ ഭാവാവേശത്തിൽ ഭഗവതിയെ പറ്റി ഒരു സ്തോത്രം രചിച്ചിട്ട് ദേവിയുടെ മുമ്പിൽ അങ്ങ് കാഴ്ചവെച്ചു. മൃതബാലൻ മരിച്ചുപോയ ആ കുട്ടി പുനർജീവിച്ച വാർത്ത കേട്ടിട്ട് അവിടെയുള്ള ജനങ്ങളെല്ലാം ആബാലവൃദ്ധം, അതായത് ചെറുതും വലുതുമായ എല്ലാവരും ആചാര്യനെ ദർശിക്കാനായിട്ട് ഓടി വന്നു. അദ്ദേഹത്തിൻ്റെ ശാന്തവും പ്രസന്നവുമായിരിക്കുന്ന മുഖം കണ്ട് അവർക്ക് ഒരുപാട് ഭക്തിയുണ്ടായി. ജിജ്ഞാസുകൾക്ക്, അതായത് അറിയാൻ ആഗ്രഹമുള്ളവർക്ക് ആചാര്യൻ്റെ ഉപദേശം ഒരുപാട് സംശയങ്ങൾ തീർത്തുകൊടുത്തു. എല്ലാവർക്കും ഒരു ശാന്തി ലഭിച്ചു. അവിടെയുള്ള പണ്ഡിതന്മാർക്കൊക്കെ കുറച്ച് അഹങ്കാരം ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് കുറച്ച് വിദ്യയുള്ള കൂട്ടത്തിലാണെന്നുള്ളത്. അവിടെ ഒരു സരസ്വതി പീഠം സ്ഥാപിച്ചിട്ട് അവിടുത്തെ പണ്ഡിതന്മാരുടെ ചോദ്യങ്ങൾക്കെല്ലാം തക്കതായ ഉത്തരം കൊടുത്തിട്ട് എന്ത് ചെയ്തു? എല്ലാവർക്കും വ്യവസ്ഥ നൽകി. എന്താണ് ശരി, എന്താണ് തെറ്റ് എന്ന് ആചാര്യൻ കൃത്യമായി പഠിപ്പിച്ചു കൊടുത്തു. അവർ ആചാര്യനെ ക്ഷണിച്ച് ഇരുത്തി പാദപൂജ ചെയ്യാൻ തുടങ്ങി. അവരുടെ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരം കൊടുക്കാൻ ആചാര്യർക്ക് ഒരു പ്രയാസവും ഇല്ല. അപ്പോൾ ഒരു വൃദ്ധ പണ്ഡിതൻ വന്നിട്ട് പറഞ്ഞു, ഞാൻ ഈ സഭാസ്ഥാനത്ത് ഒരു ഇരുമ്പ് ദണ്ഡം രഹസ്യമായി വെച്ചിട്ടുണ്ട്. എന്താ പറയണത്? ഞാൻ ഈ സഭാസ്ഥാനത്ത് ഒരു ഇരുമ്പ് ദണ്ഡ് രഹസ്യമായി വെച്ചിട്ടുണ്ട്. ആ ദണ്ഡത്തിൽ ഈ വളയത്തിൻ്റെ കേന്ദ്രം എത്തത്തക്ക വിധം നിക്ഷേപിക്കണം. ഈ അപേക്ഷ അസംഗതമായി പലരും കരുതി. എല്ലാവർക്കും ഒരു ഇഷ്ടക്കേടായി. എന്താ ഇപ്പം ഇങ്ങനെയൊക്കെ പറയുന്നത്? ആചാര്യർ എന്ത് ചെയ്തു? ആ വളയം ഇങ്ങ് വാങ്ങി ധ്യാനിച്ചുകൊണ്ട് മേലോട്ടിട്ടു. ആ വളയം അദ്ദേഹം രഹസ്യമായിട്ടൊരു ഇരുമ്പ് ദണ്ഡ് വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഈ വളയം വീഴണം എന്നാണ് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല, പലർക്കും ആ ഒരു അദ്ദേഹത്തിൻ്റെ ആ വൃദ്ധൻ്റെ ചോദ്യം. ആചാര്യർ ചിരിച്ചുകൊണ്ട് ആ വളയം വാങ്ങി പ്രാർത്ഥിച്ച് ധ്യാനിച്ച് മേലോട്ടെറിഞ്ഞു. ധ്യാനപൂർവ്വം മേലോട്ടെറിഞ്ഞപ്പോൾ വളയത്തിൻ്റെ കേന്ദ്രസ്ഥാനം ദണ്ഡസ്ഥാനം പിടിച്ചു. വളയം എന്ത് ചെയ്തു? നേരെ ആ ദണ്ഡിൻ്റെ സ്ഥാനത്ത് പോയി വീണു. എല്ലാവരും അത്ഭുതപ്പെട്ടു. സരസ്വതി പീഠത്തിൽ ആരോഹണം ചെയ്യാൻ ആചാര്യൻ സർവദാ അർഹനാണെന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു.
അവിടെ നിന്നും ഒരുപാട് പേര് അദ്ദേഹത്തിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ചിട്ട് അദ്ദേഹത്തെ അനുഗമിച്ചു. അങ്ങനെ മൂകാംബികയിൽ നിന്നും എല്ലാവരും ബ്രാഹ്മണ പ്രധാനമായ ശ്രീവേലിയിലേക്ക് പുറപ്പെട്ടു. അവിടെ ഏകദേശം 2000 അഗ്നിഹോത്രികളായിരിക്കുന്ന ബ്രാഹ്മണന്മാർ താമസിക്കുന്നുണ്ട്. അവിടം യജ്ഞത്തിൽ ഹോമിക്കുന്ന ഘൃതം കൊണ്ട് സദാ സൗരഭ്യപൂർണമായിരിക്കുന്ന വേദപഠനം മാത്രം കേൾക്കുന്ന ഒരു സ്ഥലമായിരുന്നു അത്. എപ്പോഴും അഗ്നിഹോത്രം നടന്നുകൊണ്ടേയിരിക്കും, വേദപഠനം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കും. ഗ്രാമത്തിന്റെ നടുക്ക് പാർവതീ പരമേശ്വരന്മാരുടെ ക്ഷേത്രം ഇങ്ങനെ നിൽക്കുകയാണ്, കൊട്ടാരം പോലെ. അത്രയും ഭംഗിയുള്ള ഒരു സ്ഥലമാണ് ഈ ശ്രീവേലി എന്ന് പറയുന്നത്. ആചാര്യർ അനുയായികളോടുകൂടി ക്ഷേത്ര ദർശനമൊക്കെ നടത്തിയിട്ട് ഒരു ആരുമില്ലാത്തൊരു സ്ഥലത്ത് ഇങ്ങനെ ഇരുന്ന് വിശ്രമിക്കുകയാണ്. ഈ വർത്താനം അറിഞ്ഞിട്ട് നമ്മുടെ ആചാര്യനെ ദർശിക്കാൻ വേണ്ടി ബ്രാഹ്മണരെല്ലാം തിങ്ങിക്കൂടി. അവരെല്ലാം കർമ്മകാണ്ഡ തൽപരരും മീമാംസാവതലംബികളുമായിരുന്നു. ആചാര്യയുടെ ആജ്ഞ കേട്ടിട്ട് നമ്മുടെ സുരേശ്വരന്മാരും പത്മപാദനുമാണ് അവർക്ക് ഉപദേശം നൽകിയത്. ആചാര്യൻ പറഞ്ഞു, പത്മപാദനോടും സുരേശ്വരനോടും പറഞ്ഞു, നിങ്ങൾ അവർക്ക് ഉപദേശം കൊടുക്കുമെന്ന് പറഞ്ഞു. അദ്വൈത മതത്തിൽ കർമ്മകാണ്ഡത്തിനും സ്ഥാനമുണ്ടെന്ന് ആധികാരിക ഭേദം അനുസരിച്ച് കർമ്മകാണ്ഡം പ്രയോജനകരമാണെന്ന് മനസ്സിലാക്കിയപ്പം ബ്രാഹ്മണർക്ക് പിന്നെ തർക്കിക്കാൻ വഴിയൊന്നുമില്ല. അവരുടെ ഉപദേശത്തിൽ നിന്ന് തന്നെ ബ്രാഹ്മണരുടെ വായ മൂടിക്കെട്ടി. വേദാന്തത്തിൻ്റെ പരമ താല്പര്യം എന്ന് പറയുന്നത് ബ്രഹ്മജ്ഞാനമാണെന്ന് മനസ്സിലാക്കിയിട്ട് അവർ സ്വന്തം ധർമാനുഷ്ഠാനത്തിൽ കൂടുതൽ നിഷ്ഠയുള്ളവരായി. ബ്രാഹ്മണന്മാർ ബ്രഹ്മജ്ഞാനമാണ് വേദാന്തത്തിൻ്റെ പരമ താല്പര്യം എന്ന് ഈ ബ്രാഹ്മണന്മാർക്ക് മനസ്സിലായി. അതുവരേക്കും അവരൊക്കെ കുറച്ച് അഹങ്കാരികളായിരുന്നു. പിന്നെ അതെല്ലാം വെടിഞ്ഞ് അവർ ചെയ്യേണ്ട പ്രവൃത്തികൾ ചെയ്യാൻ അവർ തുടങ്ങി. അങ്ങനെ ശ്രീവേലി ഗ്രാമത്തിൽ പ്രഭാകരൻ എന്ന പേരുള്ള ഒരു ശാസ്ത്രജ്ഞനും ധർമ്മനിഷ്ഠനുമായ ഒരു ബ്രാഹ്മണൻ താമസിക്കുന്നുണ്ടായിരുന്നു. അവിടെ AC ഓഫാണ് ഉണ്ടോ? അത് ഓഫ് ചെയ്തു. അങ്ങനെ ധനവാനായിരുന്നെങ്കിലും അദ്ദേഹത്തിന് മനസ്സുഖം ഉണ്ടായില്ല. ഒരുപാട് പണം ഉണ്ടായിരുന്നു. ആരുടെ കയ്യിൽ? യൂണിറ്റ് ഓഫ് ചെയ്യണേ. ആരുടെ കയ്യിൽ? നമ്മുടെ ഈ പ്രഭാകരൻ്റെ കയ്യിൽ. പക്ഷേ പണമൊക്കെ ഉണ്ടെങ്കിലും അദ്ദേഹത്തിനൊരു മനസ്സമാധാനമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഒരൊറ്റ മകൻ, ഒരേ ഒരു മകനാണുള്ളത്. 13 വയസ്സായിട്ടും ആ മകൻ സംസാരിക്കുന്നില്ല. ആ ബാലൻ ഊണ് കഴിച്ചാൽ ഊണ് കഴിക്കും, ഭക്ഷണം കൊടുത്താൽ കഴിക്കും, കിടത്തിയാൽ കിടക്കും എന്നല്ലാതെ ഒറ്റയ്ക്ക് ഒരു കാര്യവും ആ കുട്ടി ചെയ്യുന്നില്ല. ഒന്നിനും ഒരു ഉന്മേഷവും ഇല്ല. ആചാര്യരുടെ ആ ഒരു കീർത്തി പ്രശസ്തിയെ പറ്റി കേട്ടപ്പം അദ്ദേഹത്തിൻ്റെ കൃപ കൊണ്ട് സ്വന്തം മകൻ്റെ ഈ ഒരു ജഡത്വം, ജഡമായിരിക്കുന്ന ഈ ഒരു അവസ്ഥ അത് മാറിക്കിട്ടുമെന്ന് പ്രഭാകരന് തോന്നി. അദ്ദേഹം മകനെയും കൂട്ടിക്കൊണ്ട് ആചാര്യൻ്റെ അടുത്ത് വന്നിട്ട് നമസ്കരിച്ചു. മോനെ കൊണ്ടും നമസ്കരിപ്പിച്ചു. പുത്രൻ ആചാര്യൻ്റെ പാദങ്ങളിൽ ആ നിലയിൽ തന്നെ കിടന്നു. നമസ്കരിച്ചപ്പോൾ അവിടെ തന്നെ കിടക്കാണ്. പ്രഭാകരൻ പറഞ്ഞു, ഈ ജഡപിണ്ഡം പോലെ കിടക്കും, ഇരുത്തിയാൽ ഇരിക്കും, കിടത്തിയാൽ കിടക്കും, ഊട്ടിയാൽ ഉണ്ണും. 13 വയസ്സായിട്ടും ഇതുവരെ ഒറ്റ വാക്ക് പോലും ഉച്ചരിച്ചിട്ടില്ല. ഉപനയനം നടത്തിയെന്ന് വെച്ച് ഒരനുഷ്ഠാനവും ചെയ്യാൻ സാധിക്കില്ല. കൂട്ടുകാർ വിളിച്ചാൽ കളിക്കാനും പോകില്ല. ദുഷ്ടന്മാർ ഉപദ്രവിച്ചാലും അനങ്ങില്ല. കോപാദി വികാരങ്ങൾ ഒന്നും തന്നെയില്ല. ഇവൻ്റെ ജഡത്വം മാറ്റിത്തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു. ആചാര്യൻ പറഞ്ഞു, ഈ കുട്ടിയോട് എഴുന്നേക്കാൻ പറഞ്ഞു. ആചാര്യൻ്റെ പാദത്തിൽ ഇങ്ങനെ നമസ്കരിച്ച് കിടക്കല്ലേ, ഈ കുട്ടിയോട് പറഞ്ഞു എണീക്കുമെന്ന് പറഞ്ഞു. ആ ബാലനെ എഴുന്നേൽപ്പിച്ചു. എന്നിട്ട് ചോദിച്ചു, ഹേ ബാല, നിന്റെ പേരെന്താണ്? നീ എവിടുന്ന് വന്നു? നീ എവിടേക്ക് പോകുന്നു? നിനക്കെന്താ വേണ്ടത്? പെട്ടെന്ന് ആ ബാലൻ ആത്മസ്വരൂപം പ്രകാശിപ്പിക്കുന്ന 13 ശ്ലോകമുള്ള ഒരു സ്തോത്രം ചൊല്ലി. എല്ലാവരും ആശ്ചര്യപ്പെട്ടു. പിതാവിൻ്റെ ആനന്ദം എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞാൽ തീരാത്ത ആനന്ദം പ്രഭാകരൻ്റെത്. മോനെ കെട്ടിപ്പിടിച്ചു ആ അച്ഛൻ. എന്നിട്ട് ആചാര്യൻ്റെ പാദത്തിലെ ധൂളി, അതായത് പൊടിയെടുത്തിട്ട് ആ മകൻ്റെ ശിരസിൽ ഇങ്ങനെ തൂവി.
ആചാര്യൻ ശിഷ്യന്മാരോട് പറഞ്ഞു, ഇത് പ്രസിദ്ധമായ ഹസ്താമലക സ്തോത്രമാണ്. ഇതിൻ്റെ അർത്ഥം ശരിക്ക് പഠിച്ചാൽ ഉള്ളം കയ്യിലെ നെല്ലിക്ക പോലെ ബ്രഹ്മജ്ഞാനം സ്വായത്തമാകും. അതുകൊണ്ടാണ് ഇതിനെ ഹസ്താമലക സ്തോത്രം എന്ന് വിളിക്കുന്നത്. നിർഗുണോപാസകന്മാരായിരിക്കുന്ന ജ്ഞാനികൾ ഇതിനെ അത്യധികം ആരാധിക്കുകയും പാരായണം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നിങ്ങളും ഇത് പാലിക്കുക. ആർക്കൊക്കെ ആ സ്തോത്രം വേണ്ടത് വേഗം പറയും. ചൊല്ലും എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ ഗ്രൂപ്പിൽ ഇട്ടുതരും, ഇല്ലെങ്കിൽ ഇട്ടു തരില്ല. ഞാൻ എന്നും ചൊല്ലാറുണ്ട്. ഇപ്പൊ പറയും, കണ്ടോ 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 മാതാജി ഓരോന്ന് ചെയ്യുന്ന കണ്ടോ, ഞങ്ങളോട് പറയാതെ. ആർക്കൊക്കെയാണ് ആ സ്തോത്രം വേണ്ടത്? വേണ്ടവർ പറഞ്ഞു, വേണ്ടവർക്ക് മാത്രം ഞാൻ ഗ്രൂപ്പിൽ ഇട്ടുതരും. നോക്കട്ടെ ആർക്കൊക്കെ വേണമെന്ന്. ആ സ്തോത്രത്തിന്റെ പ്രത്യേകത മനസ്സിലായല്ലോ. ഉള്ളം കയ്യിലെ നെല്ലിക്ക പോലെ ബ്രഹ്മജ്ഞാനം സ്വായത്തമാകും. അതുകൊണ്ടാണ് അതിനെ ഹസ്താമലക സ്തോത്രം എന്ന് പറയുന്നത്. നിർഗുണോപാസകന്മാരായിരിക്കുന്ന ജ്ഞാനികള് ഇതിനെ അത്യധികം ബഹുമാനിക്കുകയും ആരാധിക്കുകയും പാരായണം ചെയ്യുകയും ചെയ്യുന്നു. എനിക്ക് വേണം സുധാ മാതാജി, എനിക്ക് വേണം മാതാജി. ഞാനിതെന്നും ചൊല്ലുന്നതാണ്. എനിക്കും തരുമോ? രാധേശ്യാം അമ്പാടി, ജലജ മാതാജി വേണം. ശാന്ത മാതാജി പിന്നെ വേണ്ടാന്ന് പറയില്ലല്ലോ. ശാന്ത മാതാജിയുടെ പരിപാടി എന്താ പറയാ, ഇവിടെ വന്നിരുന്നിട്ട് ഞാൻ പൂജ ചെയ്യുമ്പം എല്ലാം അടുത്തിരുന്ന് പഠിക്കലാണ് ആളുടെ പരിപാടി. സിമി ബിനു മാതാജി വേണം. ഞാൻ നോക്കട്ടെ ആരൊക്കെയാ ചോദിക്കണം. ചോദിക്കുന്നവർക്ക് മാത്രം ഇട്ട് കൊടുക്കാലോ. പ്രമീള മാതാജി, അംബിക മാതാജി. പിന്നെ ഗ്രൂപ്പിലിടില്ല, വേണമെന്ന് പറയുന്നവർക്ക് മാത്രമേ ഞാൻ കൊടുക്കൂ, അല്ലാത്തവർക്ക് ഞാൻ തരൂല. ആഹാ. പക്ഷെ ഒരു കണ്ടീഷൻ, ഈ ഹസ്താമലക സ്തോത്രം വാങ്ങുന്നവരാരായാലും വെജിറ്റേറിയൻ ആയിരിക്കണം. അതിന് തയ്യാറാണെങ്കിൽ മാത്രം വാങ്ങിക്കുക, അല്ലെങ്കിൽ ഞാൻ തരൂല. ജ്യോതി മാതാജി വേണം. ജയ മാതാജി എനിക്ക് വേണം. വേണമെങ്കിൽ മഞ്ജരീസിലിട്, ഞാൻ തരാം. നിങ്ങൾ ചൊല്ലിക്കോ, ഞാൻ മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് വെക്കാം. ചോദിക്കുന്നവർക്ക് കോപ്പി പേസ്റ്റ്. ഗ്രൂപ്പിലിടില്ല, കാരണം ഗ്രൂപ്പിൽ എല്ലാവരും വെജിറ്റേറിയൻസ് അല്ലല്ലോ. ചിഞ്ചു സി പ്രസാദ് മാതാജി, ജയ മാതാജി, ജ്യോതി മാതാജി, പുഷ്പ മാതാജി, എൻ്റെ കണ്ണൻ വേണം, വിജയലക്ഷ്മി സി മാതാജി. ഇങ്ങനെ ചുരുക്കി പറഞ്ഞ് ഞാനിവിടെ എന്തൊക്കെ ചെയ്യുന്നു അതൊക്കെ ഇങ്ങനെ മേടിച്ചുകൊണ്ട് പോകാനല്ലേ. അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ. അതെനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. നിങ്ങളും അതൊക്കെ ചൊല്ലുന്നത്. തരാം. ആവശ്യമുള്ളവർ മഞ്ജരീസിലേക്ക് മെസ്സേജ് ഇട്ടോ, ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്ത് തരാം. ഓക്കെ. പക്ഷേ വെജിറ്റേറിയൻസ് ആയിരിക്കണം, ചൊല്ലണം കൃത്യമായിട്ട്. ഓക്കെ, തരാം. എനിക്ക് എന്തൊക്കെ അറിയോ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. അതാണ് എനിക്ക് സന്തോഷം. എനിക്കറിയുന്നത് ഞാൻ പാതി മറച്ചു വെച്ചിട്ട് പാതി പറഞ്ഞു തരൂല. എനിക്കറിയുന്നത് മുഴുവനായിട്ട് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യും. ക്ലിയർ? എന്തായാലും ചെയ്തുതരാം കേട്ടോ. പ്രസന്നാമയ്ക്ക് ഫുൾ വെജാന്ന് എനിക്കറിയാം. അപ്പോൾ ഫുൾ വെജ് ആവുമെങ്കിൽ നാളെ മുതൽ വെജിറ്റേറിയൻ ആകാം. സൂപ്പർ സുധാ മാതാജി, ഹാപ്പി. നാളെ ഏകാദശിയും കൂടിയാണ്. അപ്പം നാളെ മുതൽ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് എത്ര മനോഹരമാണെന്നറിയാമോ? ഹസ്താമലക സ്തോത്രം ജപിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ അറിവുകൾ ഇങ്ങനെ 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 ഡെവലപ്പ് ആവും. സീരിയസ്ലി ഒരുപാട് മാറ്റം ജീവിതത്തിൽ വരും. തരാട്ടോ. അങ്ങനെ പിന്നീട് ആചാര്യർ എന്ത് ചെയ്തു? പ്രഭാകരനോട് പറഞ്ഞു, നിങ്ങൾക്ക് ഈ പുത്രനെ കൊണ്ട് ലൗകിക ജീവിതം നയിക്കാൻ സാധിക്കില്ല. ഇവനിൽ ബ്രഹ്മജ്ഞാനം പൂർണ്ണമായി വികസിച്ചിരിക്കുകയാണ്. ഇവൻ ബ്രഹ്മജ്ഞാനികൾക്ക് ആദർശമാകുന്നു. പ്രാരാബ്ധം അനുഭവിക്കുന്നവർക്ക് വേണ്ടി ശരീരം സ്വീകരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇവനെ കൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രയോജനവും ഇല്ല. അതുകൊണ്ട് ഇവനെ എനിക്ക് ദാനം തരൂ എന്ന് പറഞ്ഞു. അപ്പോൾ മാതാപിതാക്കൾക്ക് സ്വന്തം മകന് ദാനം കൊടുക്കാന്ന് പറഞ്ഞാൽ സാധിക്കുന്ന കാര്യമാണോ? പ്രഭാകരൻ ആദ്യം ഒന്ന് വിസമ്മതിച്ചു. അവസാനം
ആചാര്യൻ്റെ കൂടെയുള്ളവർ പറഞ്ഞു, പ്രഭാകരനും ഭാര്യയും മകന് 2 വയസ്സുള്ളപ്പോൾ ഒരു തീർത്ഥാടനം ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സന്ദർഭത്തിൽ ഒരു സന്യാസിയുടെ അടുത്ത് മകനെ ഇരുത്തിയിട്ട് അവർ കുളിക്കാൻ പോയി. തിരിച്ചു വന്ന് പുത്രൻ നദിയിൽ ഒഴുകുന്നത് കണ്ട് എടുത്തു നോക്കിയപ്പോഴേക്കും മകൻ ജഡമായിട്ടുണ്ടായിരുന്നു. മാതാപിതാക്കള് സന്യാസിയോട് കേണ് കരഞ്ഞു ചോദിച്ചു. അദ്ദേഹം ദയോടുകൂടി കുട്ടിയുടെ ശരീരത്തിൽ പ്രവേശിച്ചു. ഈ കാര്യം ആചാര്യന്റെ മുഖത്തു നിന്നും അറിഞ്ഞ പ്രഭാകരൻ പഴയ കഥകളെല്ലാം ഓർത്തു. ശരിയാ, ഞങ്ങൾ കുഞ്ഞിനൊരു 2 വയസ്സും ഉണ്ടാവുമ്പോൾ ഇതുപോലൊരു യാത്ര നടത്തിയപ്പം ഒരു സന്യാസിയുടെ അടുത്തിരുത്തിയിട്ടാണ് ഞങ്ങൾ കുളിക്കാൻ പോയത്. തിരിച്ചു വന്നപ്പോൾ ഈ കുഞ്ഞ് ആ പുഴയിൽ ഇങ്ങനെ നടക്കുക, മീൻസ് പുഴയിൽ ഇങ്ങനെ ഒഴുകി നടക്കുക. അപ്പോഴത്തേക്ക് ആ കുഞ്ഞ് ജഡമായിരുന്നു. ഓ, അപ്പോൾ ഈ അച്ഛനമ്മമാർ ആ സന്യാസിയോട് കരഞ്ഞു ചോദിച്ചു, ഞങ്ങളുടെ കുഞ്ഞ്. അപ്പോൾ ഈ സന്യാസി ഈ ഒരു കുഞ്ഞിൻ്റെ ശരീരത്തിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ പുത്രന് ആചാര്യനെ സമർപ്പിക്കാൻ പ്രഭാകരൻ മടിച്ചില്ല. പുത്രനും ആചാര്യൻ്റെ സാമീപ്യം ഭയങ്കര ഇഷ്ടമായി. കാരണം പുത്രൻ്റെ ശരീരത്തിൽ ആരാളുള്ളത്? ഒരു സന്യാസിയാണുള്ളത്. പ്രഭാകരനും എന്ത് ചെയ്ത് ഒരുപാട് സന്തോഷമായി. ബാലന് സന്യാസവും ഹസ്താമലകം എന്ന നാമവും ആചാര്യർ നൽകി. പത്മപാദനെയും സുരേശ്വരനെയും പോലെ ഹസ്താമലകനും ആചാര്യ ശിഷ്യന്മാരിൽ ഏറെ ബഹുമാനമുള്ളവരായി മാറി. ആചാര്യർ തന്നെ ഹസ്താമലക സ്തോത്രത്തിന് സമുചിതമായിരിക്കുന്ന ഒരു ഭാഷ്യം രചിച്ചു. അങ്ങനെ ശ്രീവേലിയിൽ നിന്ന് ശൃംഗഗിരിയിലേക്ക് ഒരുപാട് ദൂരമില്ല. ആചാര്യൻ ശിഷ്യന്മാരെയും കൂട്ടി ശൃംഗഗിരിയിലെത്തി. സന്യാസം സ്വീകരിച്ച് ഗോവിന്ദഗുരുവിനെ കാണാൻ വേണ്ടി നർമ്മദാ നദീ തീരത്തേക്ക് പോകുന്ന വഴിയിൽ ശൃംഗഗിരിയിൽ വെച്ചിട്ടാണല്ലോ നമ്മൾ പഠിച്ചു തവളക്കുഞ്ഞുങ്ങളും സർപ്പവും തമ്മിൽ നല്ല സൗഹൃദമുള്ളതൊക്കെ ശൃംഗഗിരിയിൽ വെച്ചിട്ട് ഉണ്ടായൊരു അനുഭവമാണല്ലോ. അങ്ങനെ വിഭാണ്ഡക മഹർഷിയുടെ ആശ്രമം ഇതേ സ്ഥലത്താണ്. അദ്ദേഹത്തിൻ്റെ മകനായിരിക്കുന്ന ഋഷ്യശൃംഖന്റെ സ്മാരകമായതുകൊണ്ട് ഈ സ്ഥലം ശൃംഗഗിരി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ചാലൂക്യ വംശത്തിൽപ്പെട്ട വിക്രമാദിത്യന്റെ സഹോദരനായിരിക്കുന്ന ആദിത്യവർമ്മന്റെ രാജധാനി എന്ന് പറയുന്നത് ഈ സ്ഥലത്തായിരുന്നു. ഈ സ്ഥലത്തിന്റെ മഹാത്മ്യം കേട്ടിട്ട് പത്മപാദൻ മുതലുള്ള എല്ലാ ശിഷ്യന്മാർക്കും അവിടെ ഒരു മഠം സ്ഥാപിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായി. അങ്ങനെ ആചാര്യർ വരുന്നു എന്ന് കേട്ടപ്പോഴത്തേക്കും അദ്ദേഹത്തിനും അനുയായികൾക്കും വേണ്ടതെല്ലാം ഒരുക്കി കൊടുക്കാൻ ആദിത്യവർമ്മ രാജാവ് കൽപ്പിച്ചു. കാടായിരുന്നിട്ടും അവർക്ക് അവിടെ ഒരു സുഖസൗകര്യങ്ങൾക്കും കുറവില്ല. എല്ലാവരും ഒരു തടസ്സവും കൂടാതെ അവിടെ എത്തി. ശിഷ്യന്മാർ അവിടുത്തെ സൗന്ദര്യം, ആ കാടിൻ്റെ സൗന്ദര്യം കണ്ട് ഭയങ്കരമായിട്ട് സന്തോഷിച്ചു. ആ സ്ഥലം സന്യാസിമാരുടെ താമസത്തിന് പറ്റിയ സ്ഥലമായിട്ട് വിധാതാവ് നിശ്ചയിച്ചതുപോലെയാണ് അവർക്ക് തോന്നിയത്. അങ്ങനെ സർപ്പവും തവളകളും തമ്മിൽ ഒരുപാട് കൂട്ടുകാരെ പോലെ പെരുമാറി ആ സ്ഥലത്ത് താമസിക്കണമെന്ന് ശിഷ്യന്മാർക്കും വലിയ ആഗ്രഹം ഉണ്ടായി. മുമ്പത്തെ പോലെ തന്നെ അവിടെ കാടായിട്ട് തന്നെ ഇരിക്കുകയാണ്. ആ സ്ഥലം കാട് തന്നെയാണ്, എവിടെയും ജനവാസമൊന്നുമില്ല അടുത്തൊന്നും. നദിയുടെ ദക്ഷിണ തീരത്തെ ഉയർന്ന ഭൂമിയിൽ ഒരു വൃക്ഷത്തിന്റെ ചോട്ടില് മുമ്പ് വന്നിരുന്നിട്ട് ആചാര്യൻ വിശ്രമിച്ചിട്ടുണ്ടായിരുന്നല്ലോ. 12 വർഷം കഴിഞ്ഞിട്ടും 12 വർഷം മുമ്പാണ് അദ്ദേഹം ഈ സ്ഥലത്ത് വന്നിട്ട് നർമ്മദാ നദീ തീരത്തിലേക്ക് പോയത്. ഹായ് അമ്മു. അന്നേരം നേരെ പോയത്. അങ്ങനെ ഇരിക്കെ ആചാര്യൻ 12 വർഷം കഴിഞ്ഞിട്ടാണ് തിരിച്ചിവിടെ എത്തുന്നത്. ആ വൃക്ഷം അതുപോലെ നിൽക്കണുണ്ട്. ഓയ്, இந்த வீட்டுக்கு கீழே தங்கிட்டு நீ லைவ்ல வந்துட்டு ஹரே கிருஷ்ண அம்முன்னு போடு திமிரு தானே உனக்கு? மரியாதையா வீட்டுக்கு ஏறி வா. சும்மா அங்கெங்கேயோ உட்காந்துட்டு ஹாய் அம்மு ஹரே கிருஷ்ணா அம்முன்னு போட்டுட்டே இருக்க. ஆளே காண, எங்கேயோ சுற்றி നടக்கிறேன், எனக்கு കാണവേ കാണാവുന്ന. നീ വീട്ടിക്ക് വാ. അത് നമ്മുടെ അമ്മുവാണ്, അമ്മു സുരേഷ്. അവൾ ഇവിടെ താമസിച്ചിട്ട് എവിടെയോ ഇരുന്നിട്ട് ഹരേ കൃഷ്ണ അമ്മൂന്ന് ഇടുന്നു. കയ്യിൽ കിടച്ചേ അവളതാ ഉനക്ക്. അങ്ങനെ 12 വർഷം കഴിഞ്ഞിട്ടും ആ വൃക്ഷം അതേപോലെ നിൽക്കുക. അവിടെ എത്തി ആചാര്യരെ ശിഷ്യന്മാരോട് പറഞ്ഞ്, നിങ്ങൾ കാണാൻ ആഗ്രഹിച്ച സ്ഥലം ഇത് തന്നെയാണ്. ഇവിടെ വിശ്രമിക്കുമ്പോഴാണ് ഈ ജലധാരയ്ക്ക് സമീപം
സർപ്പവും തവളകളും എല്ലാം നല്ല കൂട്ടുകാരെ പോലെ പെരുമാറുന്നത് ഞാൻ കണ്ടത്. മുൻവശത്ത് താരും തളിരും അണിഞ്ഞു നിൽക്കുന്ന ഒരു വൃക്ഷലതാദികളും പരിശോഭിതവും ഗഗനസദൃശമായിരിക്കുന്ന പർവ്വതപംക്തിയാൽ പരിവേഷ്ടിതവുമായ ഒരു സമതലം. താഴെ നിർമ്മല സലിലമായിരിക്കുന്ന തുംഗാനദി. അവിടുത്തെ അത്യന്തം ചേതോഹരമായിരിക്കുന്ന പ്രകൃതി ദൃശ്യം കണ്ട് ശിഷ്യന്മാർക്ക് ഭയങ്കര സന്തോഷം തോന്നി. മലയമാരുത സ്പർശത്താൽ, അതായത് മലയിൽ നിന്ന് വരുന്ന കാറ്റിന്റെ സ്പർശം കൊണ്ട് സ്ഥാനമാഹാത്മ്യ സ്മരണയും സകലരും മറന്ന്, എന്താണ് ഈ സ്ഥാനം, എവിടെയാണ് നമ്മൾ ഇരിക്കുന്നതെന്നൊക്കെ മറന്നിട്ട് എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക. പത്മപാദൻ പറഞ്ഞു, ഭഗവാൻ, ഈ സ്ഥലത്തു തന്നെ നമുക്ക് താമസിക്കാം. സാധനയ്ക്ക് ഇത്രത്തോളം അനുകൂലമായൊരു സ്ഥലം മറ്റൊന്നില്ല. ഇവിടെ ശ്രീയന്ത്രം പ്രതിഷ്ഠിച്ചിട്ട് നമുക്ക് മഠം സ്ഥാപിക്കാം. ബ്രഹ്മനിഷ്ഠന്മാർക്ക് നിർഭൈരവ ഭാവമായാണ് ആദ്യമായാണ് ഉദിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ മഠം സ്ഥാപിക്കാൻ നിശ്ചയിച്ചാൽ ആശ്ചര്യമൊന്നുമില്ല. അങ്ങനെ ആചാര്യരുടെ താമസത്തിന് ഒരു പർണകുടീരം നിർമ്മിക്കാൻ പത്മപാദര് തുടങ്ങി. ആചാര്യരെ അനുഗമിച്ച ധനവാന്മാരായിരിക്കുന്ന ഭക്തന്മാരുടെ സഹായത്തോടുകൂടി ആ ആഗ്രഹം പെട്ടെന്ന് സഫലമായി. എല്ലാവർക്കും താമസിക്കാനുള്ള കുടീരങ്ങളെല്ലാം തയ്യാറായി. ആചാര്യരുടെ ശ്രദ്ധ എന്ന് പറഞ്ഞാൽ അതിലൊന്നുമല്ല. ശിഷ്യന്മാരെ പഠിപ്പിക്കുക, അറിയാൻ ആഗ്രഹമുള്ളവർക്ക് ഒരുപാട് അറിവ് പകർന്നു കൊടുക്കുക, ഇത് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ശ്രദ്ധ. വിജനമായ ആ കാട്ടില് ഇങ്ങനെ കാലം കഴിഞ്ഞുകൊണ്ടിരിക്കുക. ശാന്തിപ്രദമായിരിക്കുന്നൊരു സുഖമായിരുന്നു ആ കാട്ടില്. സകലരും ബ്രാഹ്മണ ഭഗവത് നിഷ്ഠരായിട്ട് ഇങ്ങനെ ഭവിച്ചു. ബദ്രികാശ്രമത്തിലെ താമസത്തിന് ശേഷം ഇതുപോലെ എവിടെ സ്ഥലത്ത് താമസിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. എല്ലാവരും ശാന്തരായി ഇങ്ങനെ ധ്യാനിക്കാൻ തുടങ്ങി. ഒരു കാര്യം സങ്കല്പിച്ചു പോയാൽ അത് സഫലമാകുന്നത് വരെ ആ വിചാരം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മനസ്സിൽ വരും. ബ്രഹ്മനിഷ്ഠന്മാർക്ക് അങ്ങനെ ഒരു സങ്കല്പം ഉണ്ടായാൽ അത് അവരുടെ ഹൃദയാകാശത്തിൽ യഥാ അവസരം ഉദിക്കുന്നു. അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം മനസ്സിലുണ്ടെങ്കിൽ എന്തായാലും അവരുടെ ഹൃദയത്തിൽ അത് തോന്നും. അതുകൊണ്ട് പത്മപാദനും സുരേശ്വരനും മറ്റും മഠം സ്ഥാപിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സംസാരിച്ചുകൊണ്ടേ ആലോചിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ സന്യാസിമാരുടെ കയ്യിൽ ധനമില്ലല്ലോ. അവരനുഗമിച്ച കുറേ ധനവാന്മാരായ ഭക്തന്മാരും രാജാവിൻ്റെ ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും ഈ കാര്യം അറിഞ്ഞു. അപ്പം അവർ പറഞ്ഞു, നിങ്ങൾ സന്യാസികളല്ലേ, നിങ്ങളുടെ കയ്യിൽ എവിടെയാ പണം, ഞങ്ങൾ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ആചാര്യന്മാരോട് പത്മപാദര് എല്ലാ കാര്യവും അറിയിച്ചു. ആചാര്യൻ പറഞ്ഞു, പത്മപാദ, വിഷയാസക്തി നിങ്ങളെ ബാധിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക. സന്യാസിമാർക്ക് ഗൃഹം എന്തിനാണ്? ശാരദാ ഭഗവതിക്കായി ഒരു ക്ഷേത്രം നിർമ്മിച്ചാൽ മതിയാകും. അതിൻ്റെ 4 വശവും നിങ്ങൾക്ക് താമസിക്കാൻ വല്ല ഏർപ്പാടും ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടി പ്രത്യേക ഗൃഹം ആവശ്യമില്ല. സന്യാസിമാർക്ക് വൃക്ഷമൂലമോ ഗുഹയോ ക്ഷേത്രമോ തന്നെയാണ് ആശ്രയസ്ഥാനം. മഠസ്ഥാപന വ്യാജേന ഗൃഹവാസികളായി ഭാവിക്കാതിരിക്കുക. നിങ്ങളുടെ ഒരൊറ്റ ആശ്രയം മാത്രമാണ് ഭഗവാനാണ്. ആ അഭയത്തിൽ തന്നെ നിങ്ങൾ ശരണമടയുക. സന്യാസിക്ക് സ്വന്തമായോ പ്രത്യേകമായോ ഒരു സ്ഥലം ഉണ്ടായിരിക്കുന്നത് ശരിയല്ല. മനസ്സിലായോ? സന്യാസിമാർക്ക് വൃക്ഷയുടെ മൂലയോ അല്ലെങ്കിൽ ഗുഹയോ ക്ഷേത്രമോ അതാണ് വേണ്ടത്. വിഷയാസക്തി ഉണ്ടാവാൻ പാടില്ല എന്ന് സാരം. ഒരിക്കലും അവര് മഠം സ്ഥാപിക്കുക എന്നുള്ള വ്യാജേന ഒരിക്കലും ഒരു അമ്പലം പണിയുക അല്ലെങ്കിൽ ഒരു മഠം ഉണ്ടാക്കുക അങ്ങനെയുള്ള വ്യാജമായിരിക്കുന്ന കാര്യങ്ങൾ വഴി നിങ്ങൾ ഒരിക്കലും ഗൃഹവാസികളായി മാറാൻ പാടില്ല എന്നാണ് ശങ്കരാചാര്യർ പറയുന്നത്. ബുദ്ധിമാനായിരിക്കുന്ന പത്മപാദര് ആചാര്യരുടെ ഇഷ്ടം എന്താണെന്ന് മനസ്സിലാക്കി. അതനുസരിച്ച് അദ്ദേഹം ശാരദാ ക്ഷേത്രം നിർമ്മിക്കാൻ ധനവാന്മാരായ ഭക്തന്മാരോട് ആവശ്യപ്പെട്ടു. പിന്നീട് വർഷപാത നിവാരണത്തിന് വേണ്ടി, അതായത് മഴയൊക്കെ വന്ന് തീരാൻ വേണ്ടിയിട്ട് മാത്രം സന്യാസിമാർക്ക് ക്ഷേത്രപ്രാകാരത്തിൽ
അളിനന്ദനങ്ങൾ നിർമ്മിക്കാൻ അവരോട് പറഞ്ഞു. അതായത് ഇവർക്ക് തൽക്കാലം താമസിക്കാനുള്ള ഒരു ഇത് ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞു. ആ ഭക്തന്മാരുടെ പരിശ്രമം കൊണ്ട് കാലതാമസമില്ലാതെ ക്ഷേത്രവും കാര്യങ്ങളും എല്ലാം അവിടെ ഉണ്ടായി. ഒരു നല്ല ദിവസം ശുഭമുഹൂർത്തത്തിൽ ശാരദായന്ത്രം അവിടെ സ്ഥാപിച്ചു. സന്യാസിമാരെന്ത് ചെയ്തു? ഹോമ കർമാദികളെല്ലാം ചെയ്ത് പ്രതിഷ്ഠയ്ക്ക് ആവശ്യമുണ്ടെങ്കിലും സന്യാസിമാര് കർമ്മങ്ങളിൽ ഉൾപ്പെടാത്തത് കൊണ്ട് കർമ്മനിഷ്ഠരായിരിക്കുന്ന ബ്രാഹ്മണന്മാരാണ് അതെല്ലാം ചെയ്തത്. സന്യാസികൾ ഒരിക്കലും ഇങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്യില്ല, ബ്രാഹ്മണന്മാരാണ് ചെയ്തത്. ദേവീ പ്രതിഷ്ഠ മംഗളമായിട്ട് നടന്നു. ആചാര്യന്മാരെന്ത് ചെയ്തു? ഉപാചാരപൂർവം പൂജയെല്ലാം സമർപ്പിച്ചു. അങ്ങനെ ഒരു മനോഹരമായിരിക്കുന്ന സ്തോത്രം രചിച്ച് വാഗ്മയമായിട്ട് അദ്ദേഹം പൂജ നടത്തി. പിന്നീട് ശിഷ്യന്മാര് നിത്യവും ഈ സ്തോത്രം ചൊല്ലി ഭഗവതിയുടെ പൂജ തുടങ്ങി. ആചാര്യരും പൂജാകാര്യത്തിൽ ശിഷ്യന്മാര് പ്രത്യേകം എന്ത് ചെയ്തു? പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ ഷോഡശോപാചാരപൂർവമാണ് അവിടെ പൂജ നടന്നത്. അത് മനസ്സിലാക്കണം. ഇതൊക്കെ എന്ത് ആചാരങ്ങളാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് വേദങ്ങൾ എടുക്കുമ്പോൾ പറഞ്ഞു തരാം. അതിൽ കൃത്യം മനസ്സിലാവും. ഓക്കെ. അങ്ങനെ അദ്ദേഹം പ്രായേണ പറഞ്ഞുകൊണ്ടിരുന്നു, നിങ്ങൾ ഉപാസനയിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. നിർഗുണ ബ്രഹ്മത്വത്തിൻ്റെ സ്വരൂപം പ്രാപിക്കുകയാണ് ലക്ഷ്യമെങ്കിലും ഉപാസനയെ നിസാരമായി കാണരുത്. ദേഹം രക്ഷിക്കാൻ ആഗ്രഹം ഉള്ളിടത്തോളം കാലം ഉപാസനയും ആവശ്യവും അനുഷ്ഠിക്കണം. ദേഹത്തോളം കാലം ഉപാസനയും വേണം. ദേഹത്തിലെ ഓരോ അംഗവും ഓരോ ദേവതാ സ്ഥാനമാണ്. ദേവന്മാരുടെ അടുക്കൽ നമുക്കുള്ള കടപ്പാട് ലംഘിച്ചാൽ ജീവിച്ചിരിക്കാൻ സാധിക്കില്ല. രാജാവും പ്രജകളും തമ്മിലുള്ള ബന്ധം പോലെയാണ് ദേവതകളും ജീവികളും തമ്മിലുള്ള ബന്ധം. രാജാവിന് കരം കൊടുക്കുന്നത് പോലെ ദേവന്മാർക്ക് പൂജ സമർപ്പിക്കണം. അത് അവശ്യ കർത്തവ്യമാണ്. ഉപാസന കൊണ്ട് മാത്രമേ മനസ്സ് ശുദ്ധമാവുകയുള്ളൂ. സംശയ വിപരീയ വിസ്മൃതികൾ നീങ്ങും. എല്ലാ സംശയങ്ങളും മനസ്സിൽ നിന്ന് നീങ്ങും. ഉപാസകന് ഏകാഗ്രത സിദ്ധിക്കും. ഏകാഗ്രത തന്നെയാണ് യോഗരാജ്യത്തിലേക്കുള്ള തുടക്കം. ഉപാസന മൂലം സഞ്ചിത ദുരിതങ്ങളെല്ലാം ക്ഷയിച്ച് ശുഭാദൃഷ്ടങ്ങൾ ജനിക്കുകയും ചെയ്യും. അതുകൊണ്ട് ബ്രഹ്മജ്ഞാന അഭ്യാസത്തോടൊപ്പം ഉപാസനയും നടത്തണം. ഉപാസനയിൽ ഒരിക്കലും ഒരു വിധത്തിലുമുള്ള ഉപേക്ഷ, ഒഴിവ് കഴിവ് പാടില്ല. ശാരദാ ഭഗവതി വിദ്യയുടെ അധിഷ്ഠാന ദേവതയാണ്. ഭഗവതിയുടെ ഉപാസനയാൽ വിദ്യാസ്ഫുരണം ഉണ്ടാകും. വിദ്യ ഇല്ലാതെ അജ്ഞാനം ഒരിക്കലും നമ്മളെ വിട്ടു പോവില്ല. അജ്ഞാനം എന്നാൽ അറിവില്ലായ്മ. അജ്ഞാനം നശിച്ചാൽ മാത്രമേ ജ്ഞാനം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് നിവൃത്തി മാർഗം അവലംബിച്ചിരിക്കുന്ന സന്യാസിമാർക്കും ശാരദാ ഭഗവതിയുടെ ഉപാസന ഏറെ സഹായമായിരിക്കും. ഇപ്രകാരം ഒരുപാട് ഉപദേശങ്ങൾ ആചാര്യൻ ശിഷ്യന്മാർക്ക് നൽകുക പതിവായിരുന്നു. ഓക്കെ അമ്മ, ഓക്കെ. പത്മപാദര് ഇതെല്ലാം കേട്ടിട്ട് വളരെയധികം സന്തോഷിച്ചു. ഈ ഫാൻ ഓഫ് യു. എന്നാൽ മഠസ്ഥാപനത്തിൽ പ്രത്യേകം ഉത്സാഹമുണ്ടായിരുന്നത് നമ്മുടെ പത്മപാദർക്കായിരുന്നു. 12 വർഷം മുമ്പേ ആചാര്യ ഹൃദയത്തിൽ ഉദിച്ച ഒരു ആഗ്രഹം പത്മപാദനിൽ ഉണ്ടായിരുന്നു. ആ ശിഷ്യന്റെ പ്രയത്നം കൊണ്ട് ഇപ്പോൾ ആ മഠം സ്ഥാപിക്കപ്പെട്ടിരിക്കുകയാണ്. ബ്രഹ്മജ്ഞന്റെ ശുഭാദൃഷ്ടവും പുണ്യഫലവും അദ്ദേഹത്തിന്റെ കൂട്ടുകാർക്കും ദുരദൃഷ്ടവും ദോഷഫലവും ശത്രുക്കൾക്കും വന്നു ചേരുമെന്ന് ശാസ്ത്രം പറയുന്നുണ്ട്. പിന്നീട് വന്ന് ഒരുപാട് ധനമുള്ള ഭക്തന്മാർ അവർക്ക് അതിഥികൾക്കൊക്കെ താമസിക്കാനുള്ള ഗൃഹങ്ങളെല്ലാം നിർമ്മിക്കുന്നതിന് ആചാര്യനോട് സമ്മതം വാങ്ങി. ക്ഷേത്രമായതിനു ശേഷം ആ കൂടെയുള്ളവർക്ക് താമസിക്കാൻ വേണ്ടി കുറച്ച് സ്ഥലങ്ങളെല്ലാം നിർമ്മിക്കാൻ പിന്നീട് വന്ന കുറച്ച് പണമുള്ള ഭക്തന്മാരെ ആചാര്യനോട് സമ്മതം ചോദിച്ചു. അദ്ദേഹം ചിരിച്ചുകൊണ്ട് അതിന് അനുമതി കൊടുത്തു. ശരി, അവിടെയുള്ളവർക്ക് നിങ്ങൾ വീടുകൾ കെട്ടിക്കോളൂ എന്ന് പറഞ്ഞു. പത്മപാദനോട് എന്നിട്ട് ആചാര്യൻ പറഞ്ഞു, പത്മപാദ, ഇതുകൊണ്ടാണ് സന്യാസിമാർ പരിവ്രാജകരായി ചുറ്റിത്തിരിഞ്ഞ് സഞ്ചരിക്കുന്നത് എന്ന് നോക്കുക.
ക്രമേണ ഈ ഗൃഹസ്ഥ ഭക്തന്മാരുടെ ആഗ്രഹം കൊണ്ട് ഈ സ്ഥലം ഒരു നഗരമായി തീരുന്നു. ഏതായാലും ഇവരുടെ ഗൃഹങ്ങൾ കുറെ ദൂരെ ഇരിക്കുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ നമ്മൾ സന്യാസികളെ ഇവിടെ തന്നെ താമസിപ്പിച്ചുകൊണ്ടേയിരിക്കും. യഥാർത്ഥത്തിൽ ശൃംഗഗിരി ഒരു ചെറിയ ഗ്രാമമായി പരിണമിക്കുകയാണ്. അങ്ങനെയാണ് മാറിയത്. കർണാടക ഉജ്ജയിനിയിലെ രാജാവായിരുന്ന സുധാനവാബ് ചാലൂക്യരുടെ ഒരു സമാന്ത രാജാവായിരുന്നു. അതേ സ്ഥിതിയിലുള്ള ഒരു രാജാവായിരുന്നു. അദ്ദേഹം കുമാരില ഭട്ടന്റെ ശ്രമത്തിൽ ജൈനമതം ഉപേക്ഷിച്ചിട്ട് ദേവമാർഗത്തിലൂടെ വരികയായിരുന്നു. ആചാര്യരെ പറ്റി കേട്ടറിഞ്ഞിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? ശൃംഗഗിരിയിലെത്തി. എന്നിട്ട് ആചാര്യന്റെ ഉപദേശമൊക്കെ കിട്ടിയപ്പോഴേക്കും അദ്ദേഹത്തിന് ഗുരുനാഥനോട് ഭയങ്കരമായ ഭക്തി ഉണ്ടായി. മിക്ക സമയത്തും ശൃംഗഗിരിയിൽ തന്നെ താമസിക്കുകയും ചെയ്തു. അങ്ങനെ രാജാവിന് പക്ഷേ ഈ കാട്ടില് മഠത്തില് അതിഥിശാലയോ മറ്റു വല്ല കൂടാരത്തിലോ താമസിക്കാമോ? അദ്ദേഹം ആചാര്യരുടെ അനുവാദത്തോടു കൂടി അടുത്ത് തന്നെ പല താമസ സ്ഥലങ്ങളും നിർമ്മിക്കാൻ രാജാവ് പറഞ്ഞു. എന്തിനാ ആചാര്യരും ശിഷ്യന്മാരും ഇങ്ങനെ കാട്ടിലൊക്കെ താമസിക്കുന്നത്? ഇവിടെ നല്ല നല്ല രീതിയിലുള്ള വീടുകളൊക്കെ ചെയ്യൂന്ന് പറഞ്ഞു. അങ്ങനെ ശൃംഗഗിരി ഒരു ചെറിയൊരു നഗരമായി മാറി. ആ രാജാവിന്റെ നിഷ്ഠമായിരിക്കുന്ന കാര്യങ്ങൾ കൊണ്ടാണ് അവിടെ പല പല വീടുകൾ, അത് ഇത് ആശ്രമങ്ങള്, ബിൽഡിങ്ങുകളൊക്കെ വന്ന് അത് ഒരു ചെറിയൊരു നഗരമായി മാറി. ആചാര്യരുടെ ആ ഒരു നിർലിപ്ത ഭാവം കണ്ടിട്ട് മഠത്തെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കാൻ ആർക്കും ധൈര്യമില്ല. ശിഷ്യന്മാരും ആ ഭാവം തന്നെ സ്വീകരിച്ചു. എന്ത് വന്നാലും എന്ത് കിട്ടിയാലും ഒരു സമചിത്തതയോടെയുള്ള ഒരു ഭാവമായിരുന്നു ശങ്കരാചാര്യർക്ക്. ഒരു സുഖ സൗകര്യങ്ങളോടും അദ്ദേഹത്തിന് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഇനി വല്ലതും വേണോ, അല്ലെങ്കിൽ ഇനിയും നമുക്ക് നിർമ്മിച്ചൂടെ, നമുക്ക് അങ്ങനെ ചെയ്തൂടെ, ഇങ്ങനെ ചെയ്തൂടെ എന്നൊന്നും ആരും ചോദിക്കാൻ തയ്യാറായില്ല. ക്രമേണ ദൂരദേശങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് പേര് ആചാര്യനെ കാണാൻ പലരും വന്നുപോയി തുടങ്ങി. ആചാര്യരുടെ ആ ശാന്തമായിരിക്കുന്ന പ്രസന്നമായിരിക്കുന്ന ആ ഭാവം കണ്ടിട്ട് അവർക്കെല്ലാം ഭയങ്കര സന്തോഷം ഉണ്ടായി. ശൃംഗേരി ശൃംഗഗിരി എന്ന് പറയുന്ന ആ സ്ഥലം ശൃംഗേരി എന്നൊരു തീർത്ഥാടന സ്ഥലമായി തന്നെ അറിയപ്പെടാൻ തുടങ്ങി. ഈ സമയം നമ്മുടെ ആചാര്യർക്ക് എന്നതുപോലെ അദ്ദേഹത്തിന്റെ പ്രധാന ശിഷ്യന്മാരായിരുന്ന പത്മപാദൻ, സുരേശ്വരൻ, ഹസ്താമലകൻ തുടങ്ങിയവർക്കും ഒരുപാട് ശിഷ്യന്മാർ വരാൻ തുടങ്ങി. ഇപ്പോൾ ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട് അല്ലെ, എൻ്റെ ക്ലാസ് കേൾക്കുന്ന നിങ്ങളും ഇതുപോലെ ഒരുപാട് പേർക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ നിങ്ങൾക്കും കുറെ ആളുകൾ നിങ്ങളെയും ഇഷ്ടപ്പെടാൻ തുടങ്ങി. എന്തുമാത്രം അറിവാണ് ഇവർക്ക് എന്ന് പറഞ്ഞിട്ട് അല്ലെ. അപ്പൊ അങ്ങനെ ഈ ശങ്കരാചാര്യർ ഇപ്പൊ നമ്മുടെ ഗുരുക്കന്മാരാണ് നമുക്കിത് പറഞ്ഞു തന്നത്. മീൻസ് എനിക്ക് കുറെ കാര്യങ്ങൾ പറഞ്ഞു, അപ്പൊ ഞാനത് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നു, നിങ്ങൾ പലർക്ക് ഷെയർ ചെയ്യുന്നു. അതേപോലെ ശങ്കരാചാര്യർ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നു. ആ ശിഷ്യന്മാർക്ക് കൂടുതൽ ശിഷ്യന്മാർ വരുന്നു. അവരിൽ ചിലരൊക്കെ ബ്രഹ്മചാരികളായി മാറുന്നു, ചിലർ സന്യാസിമാരായിട്ട് മാറുന്നു. സകലരും ശാസ്ത്ര ചർച്ചയിൽ ഭയങ്കര ബുദ്ധിയുള്ളവരാണ്. പകൽ സമയത്തും സന്ധ്യാവന്ദനാദിത്യ അനുഷ്ഠാനങ്ങൾ കഴിഞ്ഞുള്ള സമയത്തൊക്കെ ഭാഷാദി ഗ്രന്ഥങ്ങളെല്ലാം പകർത്തുക, എഴുതുക, പഠിപ്പിച്ചു കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളിൽ അവർ ഭയങ്കരമായിട്ട് സമയം കണ്ടെത്തി. രാത്രിയിലെല്ലാം സാധന ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കുറെ കാലം കഴിഞ്ഞ് ആചാര്യ ശിഷ്യന്മാരൊക്കെ അവരുടെ ശിഷ്യന്മാർക്ക് ഉപദേശം കൊടുത്തെങ്കിലും ആ പ്രാശിഷ്യന്മാർക്ക് ആചാര്യന്റെ ഉപദേശം നേരിട്ട് കേൾക്കണമെന്ന് തോന്നി. അതായത് നമ്മുടെ പത്മപാദര്, സുരേശ്വരര്, അതുപോലെ ഹസ്താമലകരുടെ ശിഷ്യന്മാർക്ക് അവര് ഉപദേശം കൊടുത്തെങ്കിലും ഈ ശിഷ്യന്മാർക്ക് നേരിട്ട് ആചാര്യനിൽ നിന്നൊരു ഉപദേശം വേണമെന്ന് തോന്നി. പലപ്പോഴും ആചാര്യനെ കാണുമ്പോൾ തന്നെ അവരുടെ സംശയങ്ങളെല്ലാം മാറിപ്പോകുന്നത് പോലെ തോന്നി. ആചാര്യനെ ഒന്ന് കണ്ടാൽ മതി, ഈ ശിഷ്യന്മാരുടെ എല്ലാ സംശയങ്ങളും പോകും. ഗുരോസ്തു മൗനം വ്യാഖ്യാനം ശിഷ്യാസ്തു ചിഹ്ന സംശയ എന്നാ പറയുന്നത്. അതായത് ഗുരുവിന്റെ മൗനമാണ് ഏറ്റവും വലിയ വ്യാഖ്യാനം. ഗുരു ഒന്നും മിണ്ടാതിരുന്നാൽ മതി, അത് തന്നെയാണ് ഒരുപാട് വിദ്യ. ശിഷ്യാസ്തു ചിഹ്ന സംശയ, ആ നേരം തന്നെ ശിഷ്യന്റെ സംശയങ്ങളെല്ലാം മാറിപ്പോകും. പലർക്ക് വേണ്ടിയും അവരുടെ യോഗ്യത അനുസരിച്ച് ചെറിയ ചെറിയ ഗ്രന്ഥങ്ങളും സ്തോത്രങ്ങളും എല്ലാം ആചാര്യൻ ഇങ്ങനെ എഴുതാൻ തുടങ്ങി. ഇങ്ങനെ എഴുതിയതിലുള്ളതാണ് എന്ത്? വിവേക ചൂടാമണി, അപരോക്ഷാനുഭൂതി, ആത്മബോധം, വേദാന്ത കേസരി, മോഹമുഗ്ധരം, സർവവേദാന്ത സാരസംഗ്രഹം, അങ്ങനെ ഒരുപാട് ഗ്രന്ഥങ്ങൾ അദ്ദേഹം എഴുതി. ആ ഗ്രന്ഥങ്ങളെല്ലാം ഗുരുവായൂരപ്പന്റെ കാരുണ്യം കൊണ്ട് നമുക്കും കിട്ടി. ഞാൻ അതെല്ലാം ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. എല്ലാം സിംഗിൾ ബുക്സ് ആട്ടോ, എനിക്ക് വായിക്കുക, എന്നിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ. കുറെ കിട്ടിയാൽ നിങ്ങൾക്ക് വായിച്ചു തരാം. ഓക്കെ. ആചാര്യരുടെ നാവില് സരസ്വതി സദാ ലീലാവിലാസം ആടിക്കൊണ്ടേയിരുന്നു. നിഷ്പ്രയാസം ഉചിതമായ രീതിയിൽ
വേണ്ട പദങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ നാവിലിങ്ങനെ വന്നു തുടങ്ങി. അത്രയും ദേവി അദ്ദേഹത്തെ അങ്ങ് കനിഞ്ഞനുഗ്രഹിച്ചു എന്നാ പറയുന്നത്. മനസ്സിലായി? ഇനി തോടകാചാര്യൻ, അത് നാളെ എടുക്കാം. ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും ശങ്കരമഞ്ചരി? ഇത്രയൊക്കെ നിങ്ങൾക്ക് ശങ്കരാചാര്യനെ കുറിച്ച് അറിയായിരുന്നോ? ഇതേ നമ്മുടെ ശങ്കരാചാര്യർ. ഇദ്ദേഹത്തെക്കുറിച്ച് അറിഞ്ഞിട്ടാണ് ഞാൻ അദ്ദേഹത്തെ അവിടെ വെച്ചത്. അറിയായിരുന്നോ? ഒരു വ്യത്യസ്തമായ അറിവാണോ ശങ്കരമഞ്ചരിയിലൂടെ ലഭിച്ചത്? എന്താണ് ശങ്കരമഞ്ചരിയെ കുറിച്ചുള്ള അഭിപ്രായം? കേക്കട്ടെ. എന്നിട്ട് വേണം എനിക്ക് പോയിട്ട് മാമുണ്ണാൻ. എനിക്ക് വിശക്കണു. ഇഷ്ടപ്പെട്ടു. അതെ. ഇനി വിവേകാചൂഡാമണി മുതൽ എല്ലാം ശങ്കരാചാര്യരുടെ എല്ലാ കൃതികളും എൻ്റെ കയ്യിലുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഓരോന്നോരോന്നായിട്ട് പഠിപ്പിക്കും. സമയമെടുത്ത് നമുക്ക് പഠിച്ചു പോവാം. ഓക്കെ. അപ്പോൾ നമ്മുടെ ശങ്കരമഞ്ചരിയിലൂടെ ശങ്കരാചാര്യരെ നമ്മൾ കൂടുതൽ അറിയാണ്. ശാന്തമാതാജി വരുന്നുണ്ട്. പാദസരത്തിൻ്റെ കിലുക്കം കേൾക്കുന്നു. എനിക്ക് കൊലുസിന്റെ ശബ്ദം കേട്ടാ അറിയാം. അപ്പൊ നമ്മുടെ ശങ്കരമഞ്ചരിയിലൂടെ നമ്മൾ ശങ്കരാചാര്യരുടെ ജീവചരിത്രം ശരിക്കും പഠിച്ചു അല്ലേ ശാന്തമാതാജി? അപ്പൊ സാധനத்துக்கு പോയിരിക്കാങ്ക രണ്ടും சேர்ந்து. അപ്പൊ നമ്മുടെ ശങ്കരമഞ്ചരി ഇവിടെ പൂർത്തിയാവുന്നില്ല. ഇനിയും നാളെ പഠിക്കാനുണ്ട്. അപ്പം എല്ലാവരും സന്തോഷത്തോടു കൂടി ശങ്കരാചാര്യരെ കൂടുതൽ അറിയാൻ ശ്രമിക്കുക. അദ്ദേഹത്തിലേക്ക് ആഴ്ന്നിറങ്ങുക. നമ്മളുടെ വേദാന്തങ്ങളും ഇതിഹാസങ്ങളും എല്ലാം അതിനോട് കിടപിടിക്കാൻ ഒന്നിനും സാധിക്കില്ല. അത്രയും നിഗൂഢമായിരിക്കുന്ന രഹസ്യമാണ് നമ്മുടെ എന്താ പറയുക വേദാന്തങ്ങളെല്ലാം. തീർച്ചയായിട്ടും സൗന്ദര്യ ലഹരി, സ്തോത്ര രത്നാകരം എല്ലാം പറഞ്ഞു തരും. മെല്ലെ പറഞ്ഞു തരും. ഓക്കെ, ആ വേദ എടുക്കാട്ടോ. അപ്പം എല്ലാവർക്കും എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ. ഭഗവാന്റെ കാരുണ്യം ഉണ്ടാവട്ടെ. ശുഭരാത്രി. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. പ്രഭുപാദ് കി ജയ്, ഗുരു മഹാരാജ് കി ജയ്, രാധാ പവനപുരേശൻ കി ജയ്. ഓം ശ്രീ മാത്രേ നമഃ. ഹര ഹര മഹാദേവ്.